അഭിഷേകത്തെ തരുന്നവനേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. കൈകൾ വീശി ഒന്ന് ചേർന്ന് പാടാം. ഹല്ലേലൂയ, പരിശുദ്ധ ഹല്ലേലൂയ, ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആദിയും നീയേ, അന്തവും നീയേ, അങ്ങേ ഞാൻ ആരാധിക്കും. ആദിയും നീയേ, അന്തവും നീയേ, അങ്ങേ ഞാൻ ആരാധിക്കും. വഴിയും നീയേ, സത്യവും നീയേ, അങ്ങേ ഞാൻ ആരാധിക്കും. വഴിയും നീയേ, സത്യവും നീയേ, അങ്ങേ ഞാൻ ആരാധിക്കും. അങ്ങേ ഞാൻ ആരാധിക്കും. യേശുവേ, അങ്ങേ ഞാൻ ആരാധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ, 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 ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, എപ്പോഴും ദൈവദർശനത്തിൽ വരുമ്പോൾ നമ്മൾക്ക് സന്തോഷമാണ് തോന്നേണ്ടത്. ചിലപ്പോൾ നമ്മുടെ ജീവിത പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ കുറച്ച് ഗുരുതരമായ പ്രശ്നങ്ങളിലൂടെ കടന്നു പോവുകയാണ്. പക്ഷെ നമ്മൾ വന്നിരിക്കുന്നത് അതും അതിൻ്റെ അപ്പുറത്തും പരിഹരിക്കാൻ പറ്റുന്ന ഒരിടത്താണ് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ദൈവം നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കത് ഓർക്കുമ്പോൾ സന്തോഷമാണ് തോന്നേണ്ടത്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, സന്തോഷം കൊണ്ട് എന്റെ ഹൃദയത്തെ ആരാധനയ്ക്ക് യോഗ്യമാക്കണമേ. എന്റെ കർത്താവേ, നിന്റെ വചനങ്ങള് കൊതിയോടെ കേൾക്കുവാൻ എനിക്ക് പ്രത്യേക അഭിഷേകം നൽകണമേ. എന്റെ കർത്താവേ, ആരാധിക്കുവാൻ യോഗ്യതയോടെ ആരാധിക്കുവാൻ ഫലപ്രാപ്തിയോടെ ആരാധിക്കുവാൻ എന്നെ ആരാധനയ്ക്ക് യോഗ്യമാക്കണമേ. എന്നെ ആരാധനയ്ക്ക് യോഗ്യമാക്കണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. മഹത്വം ദേവതാവേ, ആരാധന പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ മനസ്സിൽ ഈ ദിവസങ്ങളിൽ കൂടുതൽ ഇങ്ങനെ ഒരു ആകർഷണം തോന്നിയത്, ഞാൻ സാധാരണ നിങ്ങളോടൊക്കെ ഞായറാഴ്ചകളിലും
ചൊവ്വാഴ്ചകളിലൊക്കെ സംസാരിക്കുന്നതെല്ലാം ഈ ആഴ്ചകളിൽ കർത്താവ് എന്നോട് സംസാരിച്ചതും എന്നോട് ശ്രദ്ധിക്കാൻ പറഞ്ഞതും ഞാനതിനെ പിന്തുടർന്നതുമായിട്ടുള്ള വചനങ്ങളാണ്. എല്ലാ വചനത്തിൻ്റെ കൂടെ നമുക്ക് പ്രാർത്ഥനാപരമായ ഒരു പിന്തുടർന്ന് പോകും. നമ്മൾ ഏറ്റവും വലിയ ഒരു ദൈവാനുഭവത്തിൻ്റെ വഴികളെന്ന് പറയുന്നത് നമ്മൾ കർത്താവിനെ ഫോളോ ചെയ്യുന്നു എന്നുള്ളത് കർത്താവിന് തോന്നണം. നമ്മൾ കർത്താവിനെ ഫോളോ ചെയ്യുന്നു എന്നിട്ട് കർത്താവ് നമ്മളെ തിരിഞ്ഞു നോക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് ബൈബിളിൽ. തിരിഞ്ഞു നോക്കും. അപ്പോൾ ഈ അപ്പോസ്തലന്മാർ കർത്താവിനെ യോഹന്നാൻ മാന്താന സ്നാപയോഹന്നാൻ പറഞ്ഞിട്ട് അപ്പോസ്തലന്മാർ യാക്കോബും യോഹന്നാനും ഇങ്ങനെ കർത്താവിനെ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോഴേ കർത്താവ് കുറച്ച് കഴിയുമ്പോൾ ഇവിടെ കാൽപെരുമാറ്റം കേട്ടിട്ട് കർത്താവ് തിരിഞ്ഞു നോക്കും. തിരിഞ്ഞു നോക്കും. ആരെയാണ് അന്വേഷിക്കണത്? അപ്പോഴേ അപ്പോസ്തലന്മാർ കർത്താവിനോട് പറയും, റബി, നീ എവിടെയാണ് താമസിക്കുന്നത്? അപ്പം നമ്മളൊരിക്കൽ ദൈവത്തിൻ്റെ താമസ സ്ഥലം അന്വേഷിച്ച് കഴിഞ്ഞാൽ ഇത് എക്കാലത്തെയുമുള്ള ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ ഒരു ലക്ഷ്യമാണ്. നീ എവിടെയാണ് താമസിക്കുന്നത്? അതിനാണ് ഈ ബൈബിൾ തുടങ്ങണത്. എന്നിട്ട് പിന്നെ കർത്താവ് ടെമ്പററി ആയിട്ട് താമസിക്കുന്ന സ്ഥലം കാണിച്ചു കൊടുക്കും. കർത്താവ് ആ ടെമ്പററി ആയിട്ട് കുറച്ച് കാലത്തേക്ക് താമസിക്കുന്ന സ്ഥലം അത് കാണിച്ചു കൊടുത്ത് അവരോട് സംസാരിക്കും. അപ്പോൾ അവർക്ക് ഭയങ്കര നല്ല അനുഭവമായിരുന്നു. കാര്യം ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് കണ്ടെത്തുമ്പോഴാണ് സന്തോഷം ഉണ്ടാകുന്നത്. ദൈവത്തെ അന്വേഷിക്കും. നിങ്ങൾ ഉടമ്പടിയിലൂടെ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്, ഇതൊരു സന്തോഷകരമായ യാത്രയാക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വസ്തുവകകളും വിഷയങ്ങളും ഇതിൽ അന്വേഷിക്കുന്നതിന് ഒപ്പം തന്നെ അതിനേക്കാളുപരി ദൈവത്തിൻ്റെ വീട് അന്വേഷിക്കുന്നത് നല്ലതാണ്. കാര്യം ബൈബിൾ മുഴുവനും നമ്മൾ നോക്കുമ്പോൾ ദൈവത്തിൻ്റെ വീട് അന്വേഷിക്കാൻ വേണ്ടിയുള്ളവർക്കുള്ള വഴിവിട്ടിയിട്ടിരിക്കണമെന്ന് കാണാം. അത് ഈശോ അവസാനം പറയും, പിതാവേ, ഞാൻ അങ്ങേ പക്കൽ നിന്ന് വന്നു, അങ്ങേ പക്കലേക്ക് തിരിച്ചു വരികയാണ്. അതാണ് വീട്, ശാശ്വതമായ വീട് അതാണ്. അപ്പം ചോദിക്കണത് ഇങ്ങനെയാണ് ചോദിക്കണത്, നീ എവിടെയാണ് താമസിക്കുന്നത്? അതിൻ്റെ ഉത്തരം ശരിക്കും പറഞ്ഞ അവസാനമാണ് ഈശോ പറയണത്. അപ്പം പറയണില്ല. 1:38 യേശു തിരിഞ്ഞ് അവർ തന്റെ പിന്നാലെ വരുന്നത് കണ്ട് ചോദിച്ചു, നിങ്ങൾ എന്തന്വേഷിക്കുന്നു? അവർ ചോദിച്ചു, റബ്ബി, ഗുരു എന്നാണ് ഇതിനർത്ഥം. അങ്ങ് എവിടെയാണ് വസിക്കുന്നത്? അവൻ പറഞ്ഞു, വന്നു കാണുക. അവർ ചെന്ന് അവൻ വസിക്കുന്നിടം കാണുകയും അന്ന് അവനോട് കൂടെ താമസിക്കുകയും ചെയ്തു. അപ്പോൾ ഏകദേശം 10-ാം മണിക്കൂർ ആയിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് ബൈബിളിൽ ഉടനീളമുള്ള ഒരു അഭിവാഞ്ചിയാണ്. ലോർഡ്, വെയർ യു ആർ ലിവിങ്? നീ എവിടെയാണ് താമസിക്കുന്നത്? അപ്പം അതിന് ഈശോയുടെ ഉത്തരം ഭയങ്കര രസമാണ്. കം ആൻഡ് സീ, വന്ന് കാണുക. അവർ ചെന്ന് കണ്ടു. അവർ കണ്ട് അവർക്കത് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ആ ടൈം അവർ നോട്ട് ചെയ്തു. അപ്പോൾ 10 മണിയായിരുന്നു എന്ന്. നമ്മളൊരു ഏറ്റവും വലിയൊരു ദൈവാനുഭവം കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും നല്ലൊരു ദിവസം ഉണ്ടെങ്കിൽ
ആ ദിവസം നമ്മൾ നോട്ട് ചെയ്യും അല്ലേ, ആ സമയം നോട്ട് ചെയ്യും. അതാണ് ആ സമയം നോട്ട് ചെയ്ത്. അപ്പോൾ 10 മണിയായിരുന്നു കർത്താവിൻ്റെ വീട് കണ്ടുപിടിച്ച ദിവസം, കർത്താവിനോട് താമസിച്ച ദിവസമൊക്കെ 10 മണിയായിരുന്നു. ഇതുപോലെ തന്നെയാണ് ശരിക്കും നമുക്ക് എപ്പോഴും നമ്മളുടെ ഇത് മനുഷ്യരാശി മുഴുവനായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. റബി, വെർ ആർ യു ലിവിങ്? എവിടെയാണ് താമസിക്കുന്നത്? ഇതിൻ്റെ ഉത്തരമായിട്ട് ഈശോ ഒത്തിരിയേറെ വചനങ്ങൾ പറയുന്നതും അവസാനത്തെ വചനം എന്താണ്? പിതാവേ, ഞാൻ അങ്ങേ പക്കൽ നിന്നിട്ട് ഹല്ലേലൂയ യേശുവേ നന്ദി, യേശുവേ ആരാധന ആരാധന ആരാധന. യോഹന്നാൻ 13:3. യോഹന്നാൻ 13:3. പിതാവ് സകലതും തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നുവെന്നും താൻ ദൈവത്തിൽ നിന്ന് വരികയും ദൈവത്തിങ്കിലേക്ക് പോവുകയും ചെയ്യുന്നുവെന്നും യേശു അറിഞ്ഞു. അപ്പോൾ അങ്ങ് എവിടെയാണ് താമസിക്കുന്നത് എന്നുള്ളതിന് അവസാനമാണ് ഈശോ പ്രാർത്ഥന ഉത്തരം പറയുന്നത്. ശാശ്വത ഭവനത്തെക്കുറിച്ച്. ഈശോയ്ക്ക് ഈ ലോകത്ത് ജീവിച്ച മനുഷ്യരിൽ ഏറ്റവും വ്യക്തത ഉണ്ടായിരുന്ന ആൾ ഈശോയാണ്. അതാണ് ഈശോ പറയണത്, ഞാൻ അങ്ങേ പക്കൽ നിന്ന് വന്നു, അങ്ങേ പക്കലേക്ക് തിരിച്ചു വരികയാണ്. ഈശോ ഈ കുരിശുമരണമൊക്കെ എല്ലാം ഏറ്റെടുക്കാനുള്ള കാരണം വന്ന സ്ഥലത്തെക്കുറിച്ചും ചെന്നെത്തുന്ന സ്ഥലത്തേക്ക് തിരിച്ചു പോകുന്നതിനെക്കുറിച്ചും വ്യക്തതയുള്ളതുകൊണ്ടാണ്. അപ്പോൾ ആ വിഷയത്തെക്കുറിച്ച് വ്യക്തതയുണ്ടെങ്കിൽ പിന്നെ അതിനുള്ളിൽ സംഭവിക്കുന്ന എന്ത് വിഷയങ്ങളും നമുക്ക് തരണം ചെയ്യുന്നതിന് പ്രത്യേക ഉത്സാഹവും പ്രത്യേക തൻ്റെ ഇടം ഉണ്ടാവും. അപ്പം അതുകൊണ്ട് നമ്മളെപ്പോഴും ഒരു ആധ്യാത്മിക ജീവിതം എപ്പോഴും നൽകേണ്ടത്, കരുപിടിപ്പിക്കേണ്ടത് ഈ നിത്യതയിൽ വളരെ വ്യക്തതയുണ്ടാകണം. ഈ വിഷയത്തിൽ പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, എന്റെ ജീവിതത്തിന്റെ അന്ത്യത്തെക്കുറിച്ച്, എനിക്ക് എത്തിച്ചേരേണ്ട ഇടത്തെക്കുറിച്ച് എനിക്ക് ആഴമായ ബോധ്യവും ആഴമായ വിശ്വാസവും നൽകണമേ. ശ്രുതികട ഹല്ലേലൂയ. ശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പലപ്പോഴും സംഭവിക്കുന്നത്, ഈ നിത്യത ഒരാളിന് ഉറപ്പാക്കി കഴിഞ്ഞാൽ ദൈവം ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ ഓരോ ഘട്ടങ്ങൾ നമ്മളിൽ നിന്ന് സ്വീകരിക്കാൻ തുടങ്ങും. ഇപ്പം നമ്മുടെ ഭാഗത്തു നിന്ന് കർത്താവ് നമ്മുടെ നിത്യത ഉറപ്പാക്കി കഴിഞ്ഞാൽ പിന്നീട് നമ്മളിൽ നിന്ന് ഈ ആദ്യം അഡ്വാൻസിൽ നമ്മൾ ചെയ്യണത്, പിന്നെ അതിൻ്റെ പൂർണ്ണമായ വിലയുടെ ഘട്ടം ഘട്ടമായി നമ്മളിലേക്ക് നിന്ന് സ്വീകരിക്കും. എല്ലാവർക്കും എങ്ങനെയാണെന്ന് അറിയത്തില്ല, ഒത്തിരി പേർക്ക് അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് നമുക്ക് അന്തർജ്ഞാനം ഉണ്ടെങ്കിൽ നമുക്ക് സംഭവിക്കുന്ന ക്ലേശങ്ങളെക്കുറിച്ച് നമുക്ക് സന്തോഷമാണ് ഉണ്ടാകേണ്ടത്. കാര്യം ദൈവം സൃഷ്ടിച്ചപ്പോൾ പറഞ്ഞത് എല്ലാ നല്ലതാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ മോശമൊന്നും ഇല്ലെന്നർത്ഥം. ഇപ്പം എല്ലാം നല്ലതാണെന്ന് ഇപ്പം ഒന്ന് ഉൽപ്പത്തി എടുത്തേ, 1:31 എടുത്തേ. സ്തുതിയുടെ ഹല്ലേലൂയ. ഉൽപ്പത്തി 1:31. താൻ സൃഷ്ടിച്ചതെല്ലാം വളരെ നന്നായിരിക്കുന്നുവെന്ന് ദൈവം കണ്ടു. അപ്പൊ ഇതൊരു ആദ്യമേ തന്നെ ഈ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ പ്രഖ്യാപിക്കും, ഇത് നിങ്ങൾ മോശമെന്നൊന്നും പറയരുതെന്ന് പറയും. ഇപ്പം നമ്മൾ ക്രിസ്തുവിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ലോകത്ത് നല്ലതുകൊണ്ട് മോശമുണ്ട്. മോശം എന്ന് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അതിനാൽ ദൈവം അത്യധികം ഉയർത്തി, അങ്ങനെ വാക്കില്ലേ? അതിനാൽ
ദൈവം അവനെ അവനെ അത്യധികം അത്യധികം ഉയർത്തി. ഉയർത്തി. അപ്പൊ ദൈവം അവനെ അത്യധികം ഉയർത്തി എന്ന് പറഞ്ഞാൽ പോരെ, പിന്നെ അതിനാലും എന്തിനാ പറയണത്? അപ്പൊ അതിനാൽ അതിന്റെ കാരണം ഉണ്ടെന്നർത്ഥം. കാരണം ഉണ്ടെന്നല്ല എൻ്റെ അർത്ഥം. അല്ലെ, നമ്മൾ ഫിലിപ്പിയർ 2:6 വായിക്കുമ്പോൾ വായിച്ചത് ദൈവത്തിന്റെ രൂപത്തിലായിരുന്നെങ്കിലും ദൈവത്തിന്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിൽ ആയിത്തീർന്ന് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. മരണം വരെ, അതേ കുരിശു മരണം വരെ അനുസരണമുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി. ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു. അപ്പൊ ആകയാൽ എന്നുള്ള വാക്കിനാണ് പ്രാധാന്യം അവിടെ. ഈ ആഴ്ചയിൽ ഈശോ സംസാരിച്ചൊരു വാക്കാണ് ഈ ആകയാൽ. ഡെയിലി ബെഡിൽ ചിലപ്പോൾ ഞങ്ങൾ കേൾക്കും അത്. ആകയാൽ അതിനകത്ത് എന്തുമാത്രം വചനങ്ങളുണ്ട്. അതിൻ്റെ ആ ലിങ്കിനാണ് പ്രാധാന്യം. ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി. അപ്പം ദൈവം ഉയർത്താൻ വേണ്ടി ആകയാൽ എന്താണെന്നാണ്. എന്തുകൊണ്ടാണ് ഉയർത്തിയത്? ഒരു കാരണമുണ്ട്. തന്നെ താഴ്ത്തി. അതാണ്, അവൻ തന്നെ താഴ്ത്തി. ഇപ്പം നമ്മൾക്ക് വരുന്ന ഈ പ്രൊമോഷൻ ആൻഡ് ഡീപ്രൊമോഷൻ, ഈ ഡീപ്രൊമോഷൻ എന്നും പറഞ്ഞൊരു സ്റ്റാറ്റസ് ശരിക്കും പറഞ്ഞാൽ ഇല്ല, ബൈബിളിലില്ല. പ്രോസസ് ഓഫ് പ്രൊമോഷനാണുള്ളത്. ഡീപ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ താത്തിക്കെട്ടുക എന്നും പറഞ്ഞ് ഒരു സംഭവം ബൈബിളിലില്ല. ഉയർത്തിക്കെട്ടാൻ വേണ്ടിയുള്ള നടപടിക്രമത്തിൻ്റെ ഭാഗമാണ് അത് താഴ്ത്തിക്കെട്ടുക എന്നുള്ളത്. ചെറുപ്പം മനസ്സിലായില്ലേ? ഉയർത്തിക്കെട്ടാനുള്ള നടപടിക്രമത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് താഴ്ത്തിക്കെട്ടുക എന്നുള്ളത്. അതാണ് ആകയാൽ പറയണത്. അത് നിസ്സാരവാക്കല്ല. നമ്മുടെ എല്ലാ താഴ്ചകൾക്കും ദൈവത്തിൻ്റെ ഒരു ഇടപെടലുണ്ട്. അതാണ് നല്ലതാണെന്ന് ഞാൻ പറയാൻ കാര്യം. ഇപ്പം നിങ്ങൾക്ക് പ്രൊമോഷൻ പോയി, വിസ കിട്ടിയില്ല, വന്ന് നിശ്ചയിച്ച ഒരു കല്യാണം പോയി എന്നൊക്കെ പറഞ്ഞ് എന്തുമാത്രം ആൾക്കാരാണ് ചങ്ക് പൊട്ടി ഇവിടെ വരണത്. ഇപ്പം ഞാൻ അവരെ 2 തട്ടൊക്കെ തട്ടി കാര്യം പറഞ്ഞു വിടും. എന്താ കാര്യം? എടാ ഇതെന്ന് വെച്ചാൽ ഇതിന് താത്തിക്കെട്ടലല്ല. ശരിക്കും നിന്നെ ഉയർത്താനുള്ള നടപടിക്രമത്തിൻ്റെ ഭാഗമായി വന്നിട്ടുള്ള ഒരു പ്രക്രിയയാണ്. ശരിക്കും ചില തടസ്സങ്ങൾ വരണത്, ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒത്തിരി മോഹിച്ചും കൊതിച്ചിരിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നടക്കത്തില്ല. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ താത്തിക്കെട്ടുകയാണ്. ശരിക്കും നമ്മളവർക്ക് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ചേട്ടത്തി ഒരു സാക്ഷ്യം പറഞ്ഞു. എന്നാ ചേട്ടത്തിൻ്റെ പേര്? രാജി വർഗീസ്. അവർക്ക് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഭയങ്കര ഹെവി ബ്ലീഡിങ്, പിന്നെ കരിമ്പാറ പോലുള്ള അരിമ്പാറകൾ അവിടെ ഇവിടെയൊക്കെ. അപ്പോൾ അവർക്ക് ഭയങ്കര സങ്കടമായി. താത്തിക്കടലല്ലേ ശരിക്കും, അല്ലേ? അത് അപ്പോൾ സങ്കടമായി കഴിഞ്ഞപ്പോൾ അവർ ദൈവത്തോട് ചോദിച്ചത് എന്താണെന്നറിയാമോ? ഉടമ്പടി എടുത്തിട്ട് എന്താണ് കർത്താവ് ഇങ്ങനെ സംഭവിച്ചത്? അവരുടെ സാക്ഷ്യം പറയുന്നുണ്ട്. അവരുടെ ചോദ്യം അങ്കലാപ്പിതാണ്. ഞാൻ മാതാവിനോട് ചോദിച്ചു, ഉടമ്പടി എടുത്തിട്ടും എന്താണ് മാതാവ് എനിക്കെന്താണ് ഇങ്ങനെ വന്നതെന്ന്. അത് അവർ മാത്രം ചോദിക്കണമല്ല, ഒത്തിരി പേര് അങ്ങനെ ചോദിക്കുന്നവരുണ്ട്. എന്താണ് ഉടമ്പടി എടുത്തിട്ടും എനിക്കെന്താണ് മാതാവേ ഇങ്ങനെ വന്നത്? കാര്യം എന്താണ്? ഹെവി ബ്ലീഡിങ് ആണ്. ലേഡീസിന് കാര്യങ്ങളറിയാം. എത്രയോ ആഴ്ചകൾ നിൽക്കുന്ന ബ്ലീഡിങ് ആണ്, സഹിക്കാൻ പറ്റണില്ല. അത് അവർക്ക് മടുത്ത ജീവിതം. എന്നാൽ അവർ സഹിക്കിട്ട് ദൈവത്തോട് ചോദിക്കുന്നതാണ്, ഉടമ്പടി എടുത്തിട്ടും എനിക്കെന്താണ് കർത്താവേ മാതാവേ ഇങ്ങനെയെന്ന് പറയും. അപ്പോൾ അവൾ മടുത്ത്.
പിന്നെ അരിമ്പാറ എന്നൊക്കെ പറഞ്ഞത് അത് പോകുന്നില്ല, അതിങ്ങനെ ശരീരത്തിൻ്റെ ഭാഗമായിട്ട് എല്ലുന്തിയ പോലെയൊക്കെ നിൽക്കണം, കണ്ണിലൊക്കെ. എന്തൊരു കഷ്ടമാണ്. പക്ഷെ ഇവരുടെ ഒരു ഫെർവൻസ് എന്ന് പറയണത് ഇങ്ങനെ താത്തിക്കെട്ടണ പോലെ അവർക്ക് തോന്നും. ഉടമ്പടി എടുത്തിട്ടും അവർക്ക് ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളാണല്ലോ. പക്ഷെ ഇവർക്കുള്ളൊരു ഗുണം, ഇവർ ഇത്രയും വരുന്ന ഇങ്ങനെയൊക്കെ ദൈവത്തോട് പറയുന്നുണ്ടെങ്കിലും അവിടെ ഉടമ്പടി പ്രയോഗങ്ങളിൽ ഭയങ്കര സ്പിരിറ്റഡാണവർ. അതാണ് അതിൻ്റെ രസം. ഇത് അവർ പത്രം കൊടുക്കുന്നതിലും അതുപോലെ തന്നെ ആതുര സേവനങ്ങൾ ചെയ്യുന്നതിലുമൊക്കെ ജനങ്ങളെ ഉടമ്പടിയെക്കുറിച്ച് പറയണതും അവരെ ഉടമ്പടി എടുപ്പിക്കാൻ വേണ്ടി അവരുടെ കൂടെ കൃപാസനത്തിലെത്തണതും, ഇവർ ആ കാര്യങ്ങൾക്ക് ഇങ്ങനെ ദൈവത്തോട് അങ്കലാപ്പൊക്കെ പറയുന്നുണ്ടെങ്കിലും പ്രവർത്തനത്തിൽ അവർ കുറച്ചുകൂടി മുമ്പത്തെക്കാളും മെച്ചമായി. അത് വസ്തുതൊരു നല്ല നടപടിക്രമമാണെന്ന് തോന്നണേ. കാര്യം നമുക്ക് ഫലത്തിൽ ഉടമ്പടി എടുക്കുമ്പോൾ ഇതുപോലെയുള്ള ടെസ്റ്റിംഗ് കേസൊക്കെ വരുമ്പോൾ ചില ആൾക്കാർ അത് ഇട്ട് കളയും. ഉടമ്പടി എടുത്തതിനേക്കാൾ ഇപ്പോൾ മുമ്പ് എടുക്കണതിന് മുമ്പ് ഇതിനേക്കാൾ കുറച്ച് സമാധാനം ഉണ്ടായിരുന്നത്, ഇപ്പോൾ എടുത്തപ്പോൾ പിന്നെയും സമാധാനം പോയില്ല എന്ന് പറയും. അപ്പം അതുകൊണ്ട് ചില ആൾക്കാർ അതിൻ്റെ അടുത്ത് മങ്ങി അവർ പിന്നെ അത് സ്റ്റോപ്പാക്കി വരും. ഈ ചേട്ടത്തി അങ്ങനെയല്ല. ഈ ചേട്ടത്തി ഇങ്ങനെ മാതാവിനോട് പറയണത് ആ ബന്ധത്തിൻ്റെ പേരിൽ പറയണതാണ്. അങ്ങനെ പറയാനുള്ള ഒരു സ്വകാര്യമായ ബന്ധം ദൈവമായിട്ട് അവർക്കുണ്ട്. അതിൻ്റെ പേരിലുള്ള അവർ പറയണതാണ്, അല്ലാതെ നമ്മളെ നിരാശ കൊണ്ട് പറയണതല്ല. എന്നിട്ട് ഇവരെന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ഈ പ്രേക്ഷിത പ്രവർത്തനങ്ങളെ കാര്യത്തിൽ, പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്കുള്ള ഒരു ഗുണമെന്ന് പറയണത്, അവരുടെ സാക്ഷ്യം ഈ രജീസ് വർഗീസിൻ്റെ സാക്ഷ്യം, രാജീസ് വർഗീസിൻ്റെ സാക്ഷ്യം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഈ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ആണ് നമ്മളുടെ ഒടുവിൽ നമുക്ക് ദൈവത്തിൻ്റെ നാമം നമ്മൾ വഹിക്കുന്ന ഒരു പദവിയിലേക്ക് ദൈവം നമ്മളെ ബ്രാൻഡ് ചെയ്യും. ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു ഫെയ്ത്ത്ഫുള്ളായിട്ട് വരും. ബ്രാൻഡഡ് ഫെയ്ത്ത്ഫുൾ. ഇത് ഇവരിങ്ങനെ ഗവൺമെൻറ്റിൻ്റെ വണ്ടിയുണ്ടല്ലോ, ആ വണ്ടിയിൽ ഇവർ നാട്ടിൽ നിന്ന് തൃശ്ശൂർ വരെ പോകും. തൃശ്ശൂരിൽ നിന്ന് പിന്നീട് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോയി ഈ പത്രം കൊണ്ട് പോണതാണ്. ഒരിക്കലും ഒരു കെട്ട് പത്രം പെൻസിൽ കൊടുത്തിരുന്ന ആൾ, അപ്പോൾ ഇവർ കൊടുക്കുന്ന പത്രം ആൾക്കാർ വലിച്ചെറിഞ്ഞ് ദൂരക്കളയും. കാര്യം ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല പത്രം കാണുമ്പോൾ, ചിലർക്ക് കലി കയറും. അവർ ബസ്സിൻ്റെ പുറത്തേക്ക് വലിച്ചെറിയും പത്രം. അപ്പോൾ ഉടനെ ഇവർ കണ്ടക്ടർ കൊണ്ട് മണിയടിപ്പിച്ചിട്ട് ബസ് നിർത്തിച്ചിട്ട് പോയി ആ പത്രം എടുത്തുകൊണ്ട് വരും. അപ്പോൾ അതായത് ഇവരിങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അവിടെ പറച്ച് കേൾക്കുമ്പോൾ അവർക്ക് വിശ്വാസമില്ലെന്ന്. പക്ഷെ അത് ദൈവത്തോടുള്ള അടുപ്പവും സ്നേഹവും കൊണ്ട് അവരങ്ങനെ പറയണതാണ്. പക്ഷെ ദൈവത്തോടുള്ള ഉത്തരവാദിത്തങ്ങൾക്ക് അവർ ഒരു മാറ്റവും വരുത്തണില്ല. അങ്ങനെ വന്ന് തൃശ്ശൂർ വരെ ഓരോ വണ്ടിയിൽ ഇങ്ങനെ മാറി കയറുമ്പോൾ ഇപ്പോൾ 10 കെട്ട് പത്രമാണ് ഇവർ കൊടുക്കണത് ആൾക്കാർക്ക്, പറഞ്ഞ് കൊടുക്കണത്. എന്നിട്ട് ഇവർ പറയണതിൻ്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ഒരു ദിവസം ഇവർ ഇവിടെ ഇപ്പോൾ ദൈവത്തിരുസന്നിധിയിൽ ഇവർ ബ്രാൻഡഡായി. അത് ഒരു സീരിയസ് ആയിട്ടുള്ള വിഷയമാണ്. ദൈവമാണെങ്കിൽ ഇങ്ങനെ എപ്പോഴും നമ്മൾക്ക് ടെസ്റ്റ് ചെയ്യുകയും, അത് കർത്താവിനെ പോലും ടെസ്റ്റ് ചെയ്തില്ലേ. ഈ മനുഷ്യരൂപത്തിലായിക്കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം, അത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ദൈവം തന്നെയാണോ ഇതിൻ്റെ ലക്ഷ്യം, അതോ നമുക്ക് വേറെ വല്ല ലക്ഷ്യം ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ജെനുവിറ്റി പരിശോധിക്കും. ഇപ്പോൾ ജെനുവിറ്റി അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ദൈവം നമുക്ക് എല്ലാ മനുഷ്യന്മാരുടെ കൂടെ അടുക്കണ പോലെ ദൈവത്തിൻ്റെ അടുത്ത് അടുക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ നമ്മൾ സത്യമായിരിക്കണം കാര്യങ്ങൾ. സത്യമല്ലെങ്കിൽ ടെസ്റ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും, നമ്മൾ ഇട്ടച്ചും പോണത് വരെ. കാര്യം ഈ കള്ളനാണയങ്ങളൊന്നും ദൈവം സൂക്ഷിക്കത്തില്ല, കുറച്ച് കഴിയുമ്പോൾ കളയും. കാര്യം വൈദ്യപ്പിഴപ്പിന് വേണ്ടി മാത്രം ദൈവത്തെ വിനിയോഗിച്ച് അനുഗ്രഹം അടിച്ചു മാറ്റാൻ വേണ്ടി മാത്രം ഇങ്ങനെ കാര്യക്കെട്ട് നടക്കുന്ന കുറേ സംഭവത്തിനെ കുറച്ച് കഴിയുമ്പോൾ ദൈവം കളയും. കാര്യം ദൈവത്തെ സംബന്ധിച്ചോളം അതായത് ജെനുവിനായിരിക്കണം ആൾ.
എന്നുവെച്ചാൽ ദൈവത്തിനും നമുക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് പലർക്കും ഉടമ്പടി എടുക്കുമ്പോൾ നിങ്ങൾക്ക് മാത്രമല്ല പ്രാധാന്യം. നിങ്ങളുടെ ജോലി, നിങ്ങളുടെ വീട്, നിങ്ങളുടെ പ്രൊമോഷൻ, നിങ്ങളുടെ ഭർത്താവിൻ്റെ വെള്ളം അടി മാറുക, നിങ്ങളുടെ വീട് വെക്കുക, അപ്പം നിങ്ങളുടെ ഓരോ കാര്യമല്ലേ. അപ്പം അതിൻ്റെ അകത്ത് ദൈവത്തിനൊരു കാര്യമൊന്നും ഇല്ലല്ലോ. അതാണ് വിഷയം. അത് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ദൈവം നിങ്ങളെ കളയും. അങ്ങനെ ഒരാളെ കീപ്പ് ചെയ്യത്തില്ല. അതെപ്പോഴും നമ്മൾ ഇതിൻ്റെ അപകടമാണ്. ദൈവം സത്യസന്ധമായ ദൈവമായിട്ട് നമുക്ക്, ഞാൻ എപ്പോഴും നിങ്ങളോട് സംസാരിക്കണമെന്ന് വെച്ചാൽ ഇതിൻ്റെ റിസ്ക് എന്ന് പറയണം, ഉടമ്പടിയുടെ റിസ്ക് എന്ന് വെച്ചാൽ ഉടമ്പടിയേക്കാൾ നല്ലൊരു പ്രാർത്ഥനാ ജീവിതം ഇല്ല. പക്ഷേ ഉടമ്പടിയുടെ റിസ്ക് എന്ന് പറയണത് നമ്മൾ ജെനുവിനാണെന്നുള്ള കാര്യം ദൈവത്തെ ബോധ്യപ്പെടുത്തിയെടുക്കുന്നതാണ്. അതെൻ്റെ മക്കൾ ആദ്യമേ ചെയ്ത കുറച്ച് നേരത്തെ എല്ലാം നേരെയാവും. ആദ്യമേ തന്നെ ഇത് കാര്യം കാണാൻ വേണ്ടിയല്ല, ദൈവത്തിനെ കൂടി സ്നേഹിച്ചിട്ട് ദൈവത്തിനെ കൂടി ലോകത്തിന് കർത്താവിൻ്റെ രക്ഷാകരമായ പദ്ധതിയെക്കുറിച്ച് ലോകത്തിന് കൈമാറാൻ വേണ്ടിയാണ് ഞാൻ ഉടമ്പടി എടുത്തിരിക്കുന്നത്. ദൈവത്തിന് വേണ്ടിയാണെന്ന് കൂടി ദൈവത്തിന് മനസ്സിലാക്കി നമ്മൾ കൊടുക്കണം. ഈ ചേടത്തിൻ്റെ പരിപാടി അതാണ്. അവിടെ കാര്യങ്ങളൊന്നും നടക്കണില്ല, പക്ഷേ ദൈവത്തിന് അവർ മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. അവരുടെ കാര്യങ്ങൾ, അവർക്ക് നല്ല ബ്ലീഡിങ്ങാണ്. ഈ ഹെവി ബ്ലീഡിങ്ങുള്ള ആൾ വണ്ടിയെ കയറി പത്രം കൊണ്ടു കിടക്കുന്ന ഭയങ്കര ടെസ്റ്റ്. ആ ടെസ്റ്റിൽ അവർ ജയിച്ചതിൻ്റെ അകത്ത് ജയിച്ചപ്പോൾ എന്നാ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ദിവസം വന്ന് ഇത് സഹിക്കാൻ പറ്റാത്തപ്പോൾ ഇവിടെ വന്ന് അൾത്താരെ വന്ന് വെച്ചും പറഞ്ഞു ഇങ്ങനെയാണ്, സഹിക്കാൻ പറ്റാത്ത ബ്ലീഡിങ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ എന്നാ ചെയ്തിരിക്കുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് സൈത്താണ്, കർത്താവിൻ്റെ തൈലമാണ്, ഇത് ബാത്റൂമിൽ പോയി വേറെ ഒരു കുരിശിട്ടേക്കാൻ പറഞ്ഞു. അവരുടെ സാക്ഷ്യം എന്ന് അറിയാമോ, ആ സെക്കൻഡ് സ്വിച്ചിട്ട പോലെ സംഭവം നിൽക്കും. അപ്പോഴാണ് അവർക്ക് മനസ്സിലാകണത് ഇത്രയേ ഉള്ളെന്നല്ല. അവിടെ അച്ഛൻ്റെ റോളല്ല. ഇവർ ദൈവത്തിന് വേണ്ടി ഇത്രയും നാൾ ഇങ്ങനെ ഈ ജോലി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടും അവർക്ക് ശരിക്കും കുരിശും സങ്കടമൊക്കെ വന്നിട്ടും ഇവരിങ്ങനെ ഉടുമ്പിനെ പോലെ അള്ളിപ്പിടിച്ച് കുരിശെ പിടിച്ച് കിടക്കുകയാണ്, പോണില്ല. അപ്പോൾ ദൈവത്തിന് അവരുടെ ജെനുവിനിറ്റി മനസ്സിലായി. എൻ്റെ മക്കൾ, ഇത് തന്നെയാണ് ഉടമ്പടിയുടെ ഒരു ഉൾക്കാമ്പെന്ന് പറയണത്. അത് ഉടമ്പടി അല്ല, എന്ത് ദൈവമായിട്ടുള്ള എല്ലാ ഇടപാടുകളും ആദ്യമേ ഉള്ള ഒരു റിസ്ക് ആദ്യം കവർ ചെയ്താൽ പ്രശ്നം തീർന്നു. എന്താണ്? നമ്മൾ ജെനുവിനാണെന്നുള്ളത് ദൈവത്തെ ഒന്ന് ബോധ്യപ്പെടുത്തുക. അത് ഒരു ദിവസം കൊണ്ട് ബോധ്യപ്പെടുത്താം, ഒരു കൊല്ലം കൊണ്ടും ബോധ്യപ്പെടുത്താം. ചില ആൾക്കാരൊക്കെ ഒരു കൊല്ലം കൊണ്ടേ ബോധ്യപ്പെടുത്തത്തുള്ളൂ, ചിലർ ഒറ്റ ദിവസം കൊണ്ട് ബോധ്യപ്പെടുത്തും. അപ്പം നമ്മൾ ജെനുവിനാണെന്ന് ഒറ്റ ദിവസം കൊണ്ട് ബോധ്യപ്പെടുത്തിയാൽ പിന്നെ ഇതിൻ്റെ റിസ്ക് തീർന്ന്. ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഞാനും നീയും തമ്മിലുള്ള റിലേഷൻസ് കലർപ്പും കാപട്യവുമില്ലാത്ത വളരെ ആത്മാർത്ഥമായ ഒരു ബന്ധമായി തീരുവാൻ ആവശ്യമായ ദൈവസ്നേഹത്താൽ എന്നെ അഭിഷേകം ചെയ്യണമേ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പൊ എന്താ അച്ഛനിലൂടെ ഇപ്പൊ ഈശോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഈ ജെനുവിനിറ്റി തെളിയിക്കണം. ജെനുവിനിറ്റി എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾ ഈ വിഷയത്തിൽ ആത്മാർത്ഥമാണ്, സത്യസന്ധമാണ്, വിശ്വസ്തമാണെന്ന് ചിലർ ഒരു കൊല്ലം കൊണ്ട് തെളിയിക്കും, ചിലർ ഒരു ദിവസം കൊണ്ട് തെളിയിക്കും. എത്രയും നേരത്തെ തെളിയിച്ചാൽ അത്രയും നമുക്ക് പിടിപാടാണ്. ഇപ്പം ഇവർ തന്നെ തൊടുമ്പ ആ കല്ല് പോലെ ഉന്തി എല്ല് പോലെ നിന്നിരിക്കുന്ന സാധനം തൊടുമ്പം തെറിച്ചു പോവുകയാണ്. ഇപ്പം ഇല്ല, ആ അരുമ്പാറയെല്ലാം പോയി, അവരുടെ എവരിത്തിങ് പോയി. അപ്പം ദൈവത്തിന് ഇതൊക്കെ മാറ്റാൻ സെക്കൻഡുകൾ മതി. നമുക്കിങ്ങനെ ഒരിക്കലും മാറത്തില്ല എന്ന് വിചാരിച്ചാൽ ഇവർ നിലവിളിച്ച കണ്ടില്ലേ? ഇവിടെ നിലവിളി ഇവിടെ കിടക്കണേ. ദൈവം ഇപ്പോൾ ഒന്ന് മനസ്സ് വെച്ചപ്പോൾ സെക്കൻഡുകൾക്കുള്ളിൽ എല്ലാം മാറി. ഇതുപോലെ എൻ്റെ മക്കളെ, നിങ്ങളുടെ കാര്യം ഇതുപോലെ തന്നെയാണ്. ദൈവം ഒന്ന് മനസ്സ് വെച്ചാൽ മതി, സെക്കൻഡുകൾക്കുള്ളിൽ വിഷയമെല്ലാം മാറും. പക്ഷെ ദൈവം മനസ്സ് വെക്കാത്ത കാര്യം നിങ്ങൾ മനസ്സ് വെക്കാത്ത കൊണ്ടാണ്. എന്താണ്? നിങ്ങൾ ഇതൊരു ഷോർട്ട് ടൈം ബിസിനസ്സായിട്ട് എടുത്തിരിക്കുകയാണ്. അതൊരു അപകടമാണ് ഉടമ്പടിയുടെ. ഷോർട്ട് ടൈം അഫെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇപ്പോൾ കഴിഞ്ഞ ദിവസം ചേട്ടൻ ഒരു കാര്യം പറഞ്ഞില്ലേ, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, പക്ഷെ ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല, ആ പടം 90 ദിവസം എടുത്താൽ മതിയല്ല, 90 ദിവസം എടുത്താൽ മതിയല്ല. ഷോർട്ട് ടൈമാണ് ദൈവമായിട്ട്. നിങ്ങൾക്കറിയാമല്ലോ, ദൈവമായിട്ട് ഒരിക്കലും ഷോർട്ട് ടൈം അഫെയർ സാധ്യമല്ല. ഏത് പൊട്ടനെയാണ് മനസ്സിലാകാത്തത്? ഏത് പൊട്ടനെയാണ് മനസ്സിലാക്കുക? ദൈവമായിട്ട് നമ്മൾക്ക് ഒരു വ്യക്തിയുമായിട്ടോ അല്ലെങ്കിൽ നിങ്ങളൊരു ചിട്ടി കമ്പനിയുമായിട്ട്, ആ ചിട്ടി ഒട്ടകത്തണ വരെയുള്ള സമയമാണ് അവർ നമ്മളായിട്ട് ബന്ധമുള്ളത്, അല്ലേ? അത്രയേ ഉള്ളൂ. പക്ഷെ ദൈവമായിട്ട് അങ്ങനെ ഒരു ഷോർട്ട് ടൈം പരിപാടി നടക്കത്തില്ല. ഇതാദ്യമേ കയറി മനസ്സിലാക്കണം. അതിനാണ് ഞാൻ എപ്പോഴും പണ്ടൊക്കെ പറയുമായിരുന്നു നിങ്ങളോട്, ഒരു മിനിമം ഹോളി സ്പിരിറ്റാണ്. ഈ അതായത് നിങ്ങളുടെ ഉടമ്പടി ചെയ്തിരിക്കുന്ന ഓരോരോ ചെയ്വനകളുണ്ടല്ലോ, പ്രയോഗവിധികൾ. ഈ പ്രയോഗവിധികളെല്ലാം ചെയ്യുമ്പോൾ നിങ്ങളുടെ രഹസ്യമായി ദൈവത്തോട് പറയണം, കർത്താവേ, ഇതൊക്കെ ഞാൻ ചെയ്യണത് എൻ്റെ മകളുടെ വിസ പുതുക്കാനാണെന്ന് നീ ധരിക്കരുത്, മറിച്ച് എനിക്ക് പരിശുദ്ധാത്മാവിനെ നീ നൽകണം. ഇത് നീ രഹസ്യമായി ദൈവത്തോട് പറയേണ്ട ഒരു പ്രാർത്ഥനയാണ്. മനസ്സിലായേ? നീ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പറഞ്ഞു, കർത്താവേ, ഞാൻ ഈ റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലേക്ക് കൊണ്ടുവന്ന് പത്രം കൊടുക്കുന്നുണ്ട്, ഇത് ഞങ്ങളുടെ വസ്തു വിൽക്കാനാണെന്ന് മാത്രം നീ ധരിക്കരുത്, എനിക്ക് പരിശുദ്ധാത്മാവിനെ വേണം. അങ്ങനെ നീ രഹസ്യമായി ഒരു രണ്ടാം പ്രാർത്ഥനയുണ്ട്. ഇതിന് എല്ലാത്തിനും ഒരു രണ്ടാം പ്രാർത്ഥനയുണ്ട്. ആദ്യ പ്രാർത്ഥന നമ്മുടെ ഉടമ്പടി നിയോഗമാണ്. അതിൻ്റെ അകത്ത് രണ്ടാം പ്രാർത്ഥനയായിട്ട് വരേണ്ടത് രഹസ്യ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താണ്? പരിശുദ്ധാത്മാവിനെ നൽകണമേ എന്ന് വെച്ചാൽ എപ്പോൾ എൻ്റെ മക്കളുടെ വരുന്ന വിഷയമേ, നമ്മൾ ഒരു കടയിൽ ചെല്ലുമ്പോൾ ചില ആൾക്കാരെ ഈ മാർജിൻ ഫീ ഷോപ്പിലൊക്കെ ചെല്ലുമ്പോൾ അവർക്ക് ആവശ്യമായ കമ്പനി ബ്രാൻഡുകൾ ഉണ്ടോ എന്നിങ്ങനെ പരതി നോക്കും. എല്ലായിടത്തും പോയി എല്ലാ ഷെൽഫിലും ഒക്കെ പോയി നോക്കും, അല്ലേ? നമ്മൾ വിചാരിക്കും നമ്മൾ ആവശ്യപ്പെടുന്ന സാധനം അവിടെ ഉണ്ടോ എന്ന്. അവിടെ ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്കത് കിട്ടുമോ? കിട്ടത്തില്ല. അപ്പോൾ പിന്നെ എന്താ, നമ്മൾ അവരോട് ചോദിക്കുകയാണ് ഈ സാധനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവർ പറയും, എന്തെന്ന് പറയും? ഇല്ലെന്ന് പറയത്തില്ല. അവരത് പറയത്തില്ല. നിങ്ങൾ ചോദിക്കേണ്ട ഇന്ന സാധനം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പറയും ആ കമ്പനിയുടെ ഇല്ല, വേറെ കമ്പനിയുടെ ഉണ്ടെന്ന്. ഉള്ളത് സാധനമേ പറയത്തുള്ളവർ. അവർ നമുക്ക് നമ്മുടെ ആവശ്യത്തിനെ ഡൈവേർട്ട് ചെയ്തിട്ട് അവർക്ക് അവിടെ ഉള്ളതിനെക്കുറിച്ച് അവർ ആകർഷിച്ചെടുക്കും നമ്മളെ. എന്നിട്ട് വേറെ കടയിലോട്ട് പറഞ്ഞു വിടാതിരിക്കാൻ വേണ്ടി അതുണ്ടോയെന്ന് ചോദിക്കുമ്പോൾ പറയും അതില്ല, അതിൻ്റെ തന്നെ കമ്പനിയുള്ള അതിൻ്റെ വേറെ കമ്പനിയുള്ള അതേ സാധനം ഉണ്ടെന്ന് പറയും. എന്നാൽ കാണട്ടെ നമ്മൾ പറയും, ഇല്ലേ? അതാണ് നമ്മുടെ ഒരു ബിസിനസ്സിൻ്റെ ഡീലിങ്സ്. അതാണ്. ഇതുപോലെ ദൈവത്തിൻ്റെ അടുത്ത് അടുക്കുമ്പോൾ തന്നെ നമ്മൾ കിട്ടാൻ സാധ്യതയുള്ള കാര്യങ്ങൾ ആദ്യം ചോദിച്ച് മേടിക്കണം. ഉടനെ കിട്ടാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങൾ ചോദിച്ചൊരു വലിയ കഥയില്ല. എന്താ കാര്യം വെച്ചാൽ അതിൻ്റെ അകത്ത് ദൈവത്തിന് മാർജിനൊന്നും ഇല്ല. പറഞ്ഞ മനസ്സിലായില്ലേ? ഇപ്പം നമ്മളൊരു കടയിൽ ചെന്ന് ഒരു സാധനം വാങ്ങിക്കുക, ഒരു സ്റ്റൗ വാങ്ങിക്കുകയാണ്. ഇപ്പം സ്റ്റൗ തന്നെ എന്തുമാത്രം കമ്പനികളുണ്ട്. പക്ഷെ നമ്മൾ ചോദിക്കുന്ന കമ്പനിയുടെ കാര്യം ചോദിക്കുമ്പോൾ അതവിടെ ഉണ്ട്, പക്ഷേ അയാളത് എടുത്ത് തരത്തില്ല നമുക്ക്. അവർ വേറെ കമ്പനി എടുത്ത് കാര്യം ഇത് വിറ്റാലേക്ക് 10% മാർജിനേ ഉള്ളൂ. അയാൾ നമുക്ക് പ്രപ്പോസ് ചെയ്യുന്ന സാധനം വിറ്റ് കഴിഞ്ഞാൽ അയാൾക്ക് 50% മാർജിനുണ്ട്. ക്ലിയർ അല്ലേ? കമ്പനി പറഞ്ഞതാണ്. അത് ചിലപ്പോൾ നിങ്ങൾ ആവശ്യപ്പെടുന്ന സാധനം ഇവിടെ ഇല്ല, ആ സ്റ്റൗ ഇല്ല, ആ കമ്പനിയുടെ സ്റ്റൗ ഇവിടെ ഇല്ല, പക്ഷേ ഇവിടെ ഉള്ളത് അതിനേക്കാൾ മെച്ചമാണെന്ന് പറഞ്ഞിട്ട് അത് നമുക്ക് അടിച്ചേൽപ്പിക്കും. പക്ഷേ എന്താണ്, അത് 50% അയാൾക്ക് അതിൻ്റെ അകത്ത് മാർജിനുള്ളതാണ്. ദൈവത്തിന് പ്രയോജനമുള്ള കാര്യങ്ങൾ നമ്മൾ ദൈവത്തോട് ചോദിക്കണം. യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടത് എന്തിനാണ് ക്രൂശിക്കപ്പെട്ടത്? പാപത്തിന് പരിഹാരമാകാൻ, നമ്മൾ വീണ്ടെടുക്കാൻ. എന്തിനാണ് വീണ്ടെടുത്തിട്ട്? എങ്ങനെയാണ് ക്രിസ്തുവിൻ്റെ വചനമനുസരിച്ച് നമ്മൾ ജീവിക്കണത്? പരിശുദ്ധാത്മാവ് നിറഞ്ഞാൽ മാത്രമേ വചനാധിഷ്ഠിതമായി ജീവിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ പരിശുദ്ധാത്മാവിനാണ് ചോദിക്കണമെന്നുണ്ടെങ്കിൽ അതിന് ദൈവത്തിന് നല്ല മാർജിനുള്ള കാരണം നമുക്കത് ദൈവം ഉടനെ എടുത്ത് പ്രപ്പോസ് ചെയ്യും. നമ്മൾ മകളുടെ കാര്യവും മകളെ കെട്ടിക്കണ കാര്യവും രണ്ടാമത് കെട്ടിയ പെണ്ണ് ഇട്ടച്ചും പോയിട്ട് വേറെ ഒരാളെ കെട്ടാൻ വേണ്ടിയൊക്കെയാണ് ദൈവത്തോട് ചോദിക്കണത്. അതിനകത്ത് ദൈവത്തിന് മാർജിനൊന്നും ഇല്ല. കാര്യം നിങ്ങളുടെ മകളല്ലേ, അത് ഉപേക്ഷിച്ച് അവൾ തന്നെ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പെങ്കൊച്ച് ഇവിടെ വന്നപ്പോൾ ഞാൻ അവളോട് ചോദിച്ചേ ഈ മെനയെന്ന്. അപ്പോൾ അവളുടെ സങ്കടം എന്ന് പറയണത് നോക്കിയപ്പോൾ 44 വയസ്സായി. ഇപ്പോൾ അവളുടെ രണ്ടാമത്തെ കല്യാണത്തിന് ഒക്കണം, അതാണ് സംഭവം. അപ്പോൾ ആദ്യം അവൾ എഴുതിയിരിക്കണത് അതല്ല എഴുതിയിരിക്കണത്. ഞാൻ ചോദിച്ചപ്പോഴാണ് അത് അവൾ പറയണത്.
അവിടെ എഴുതിയിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൾ ഉപേക്ഷിച്ച് കളഞ്ഞ ആളെ തിരിച്ചു കിട്ടാനാണ് എഴുതിയിരിക്കുന്നത് അതിൻ്റെ അകത്ത്. അപ്പം അത് ഞാൻ വായിച്ചപ്പോൾ ഞാൻ ചോദിച്ച്, നീയല്ലേ ഉപേക്ഷിച്ചത്? അപ്പോൾ അവൾ പറഞ്ഞു, അവൾ തലാട്ടി, അവളാണ് ഉപേക്ഷിച്ചത്. ഇപ്പം എന്ത് പറയണേ, അന്നത്തെ ഒരു രക്തത്തിളപ്പിന് വേണ്ടി വാശിയും വൈരാഗ്യവും മത്സരവും കാണിച്ച് ഉപേക്ഷിച്ചതാണ്. ഇപ്പം അമ്മയും മരിച്ച് അവളെ തങ്ങിക്കൊണ്ടിരുന്ന ആങ്ങളെ കെട്ടി, ആങ്ങളക്ക് പിള്ളേരൊക്കെ കഴിയപ്പോൾ ഇവളെ അവിടെ നിന്ന് വെണ്ടച്ചിരക്കാക്കി മാറ്റി. അമ്മയും ചത്ത്, ഇവളെ സപ്പോർട്ട് ചെയ്ത് അപ്പനും ചത്ത്. ഇപ്പം ആരുണ്ട്? ആരുമില്ല. അതാണ് എൻ്റെ വിഷയം എന്നത്. പെൺപിള്ളേർക്കൊക്കെ എല്ലാവർക്കും ഈ അബദ്ധം വരുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഓർക്കും, എനിക്ക് ജോലി ഉണ്ടല്ലോ എന്ന് പറയും, എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാമെന്ന് പറയും. നിങ്ങൾക്കത് ഇപ്പോഴത്തെ ചൂടിനങ്ങനെ പറയണതാണ്. ഒരാളെ കിട്ടിയ വഴക്കി എടുക്കണവർക്ക് എപ്പോഴും ബുദ്ധിപൂർവ്വം എന്ന് പറയണത്. അത് പെണ്ണായാലും ആണായാലും നിങ്ങളതിനെ പെട്ടെന്ന് നമുക്കെടുത്ത് കളയാൻ തോന്നും. പക്ഷേ ഇത് ലോങ് ടേൺ ഓഫർ. ഞാൻ 21 ലക്ഷം ആൾക്കാരെ കൗൺസിൽ ചെയ്തിട്ടാണ് ഇത് പറയണത്. നിങ്ങൾ ഒരാളല്ലേ കെട്ടിയുള്ളൂ, ഞാൻ 21 ലക്ഷം ആൾക്കാരെ കൗൺസിൽ ചെയ്തിട്ടാണ് ഇത് പറയണത്. ഒരാളെ കിട്ടിയാൽ വലിയ കുഴപ്പമില്ലെന്നുണ്ടെങ്കിൽ കുറച്ച് പ്രാർത്ഥിച്ചും അതുപോലെ തന്നെ കുറച്ച് സഹിച്ചും ഒക്കെ കൊണ്ടുപോകുന്നതാണ് എപ്പോഴും ബുദ്ധി എന്ന് പറയണത്. കാര്യം എനിക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു അമ്മ വന്ന്, അപ്പം അമ്മയുടെ മകൾ 3 കെട്ടി, മൂന്നാമത്തെ ഇതിനെ ഉപേക്ഷിച്ചിരിക്കുകയാണ്. അപ്പം ചില ആൾക്കാർ ഈ കലാപരിപാടി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇതിങ്ങനെ റെക്കീപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. എന്നാൽ ഈ മാതാപിതാക്കന്മാർക്ക് മനസ്സിലാകണം, നിങ്ങളുടെ മകളുടെ കയ്യിലാണ് കുഴപ്പമിരിക്കണമെന്ന്. അവളല്ലേ അതെ. പക്ഷേ എന്തായാലും അവർ കടിച്ചാൽ പിടിച്ചതെന്ന് പറഞ്ഞ് ഈ മകളുടെ കൂടെ നിൽക്കത്തുള്ളൂ. പല മാതാപിതാക്കന്മാർ ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട് എൻ്റെ ജീവിതത്തിലെ, ഈ കൗൺസിലിംഗ് ജീവിതത്തിലെ. അതായത് ഇവൾ തന്നെയാണ് ഈ മാതാപിതാക്കന്മാർ ഈ മക്കളെ ഈ ഭർത്താവിനെ എല്ലാം ഇട്ടിട്ട് 2 ആഴ്ച കഴിയുമ്പോൾ വീട്ടിൽ വന്ന് നിൽക്കുന്നതും 2 കൊല്ലം കഴിയുമ്പോൾ വീട്ടിൽ വന്ന് നിൽക്കും. പക്ഷേ എന്നാലും ഈ മാതാപിതാക്കന്മാർ ഇവളുടെ കൂടെ തന്നെ നിൽക്കുകയും ചെയ്യും. ഇപ്പം പല കുടുംബങ്ങളിലും ഇങ്ങനെ ഇതിൻ്റെ പിന്നിൽ ഭിന്നിച്ച് ജീവിക്കുന്നതിൻ്റെ പിന്നിലെല്ലാം മാതാപിതാക്കന്മാർ വിചാരിച്ച സെറ്റ് ചെയ്തെടുക്കുക. ഒരു 30% സെറ്റ് ചെയ്യാൻ പറ്റും. ബാക്കി എന്ത് മാത്രമാണെന്ന് അറിയില്ല. 30% മാതാപിതാക്കന്മാരാണ് ഇവർക്ക് സപ്പോർട്ട് ചെയ്ത് പിടിച്ച് നിർത്തിയിരിക്കുന്നത്. കാര്യം ഇവളുടെ കയ്യിൽ ഒരു തുറുപ്പുണ്ട്. എന്താ സാധനം? നിങ്ങളെന്നെ തള്ളിക്കളയുകയാണെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് പറയും. അവളൊന്നും ആത്മഹത്യ ചെയ്യാൻ പോണില്ല. പക്ഷെ എന്നാൽ ഇത് പറഞ്ഞ് അങ്ങനെ വീട്ടിൽ തന്നെ ഉറച്ചു നിൽക്കും. ഈ ആൾ ഉടമ്പടിയുമായിട്ട് എന്തുമാത്രം യോജിച്ചു പോകുമെന്ന് അറിയത്തില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ ദൈവത്തോട് നീ ഒരു കാലത്ത് ചെയ്ത ഉടമ്പടി നീ തന്നെ നിൻ്റെ തന്നിഷ്ടം തോന്നിവാസവും തണ്ട് രോഗവും, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ തണ്ട് രോഗം കൊണ്ട് നീ ഉടച്ചു കളഞ്ഞാണ് ഉടമ്പടി. അത് നീ തിരിച്ചെടുക്കാൻ വേണ്ടി നിൻ്റെ കയ്യിൽ നിന്നാണ് മിസ്റ്റേക്ക് എങ്കിൽ അത് നീ മനസ്സിലാക്കിയിട്ട് അത് തിരിച്ചു വന്ന് ആ ഉടമ്പടി റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി നോക്കണം. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ആൺപിള്ളേർ ഇങ്ങനെ ഭ്രാന്തന്മാരായിട്ട് നടക്കുന്നുണ്ട്, ഒത്തിരി ആൺപിള്ളേർ. പക്ഷേ പെൺപിള്ളേർക്ക് പലപ്പോഴും ഞാൻ കണ്ടിരിക്കുന്നത്, നിങ്ങളെ പെൺപിള്ളേർ എന്നെ കുറ്റം പറയുകയൊന്നും ചെയ്യരുത്, ഞാൻ ദിവസം കാണുന്ന ഒരു കാഴ്ചയാണ്. പെൺപിള്ളേർ പലപ്പോഴും സാഡിസ്റ്റുകളാണ്. സാഡിസ്റ്റ് എന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർ ദുഃഖിക്കുന്നതിൽ അവർക്കൊരു വിഷമമില്ല. അത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ള സത്യമാണ്. അവർ വിഷമിക്കുന്നവർ മറ്റുള്ളവർ അങ്ങനെ തന്നെ വേണം, ഒന്നും ചെയ്തില്ലേ, എന്താണ്ടി അയാൾ ചെയ്തത് അത് പറയുമ്പോൾ ബബബ ജപജപയൊക്കെ പറയും. പക്ഷേ ഉള്ളിൽ സാഡിസം സൂക്ഷിച്ചുകൊണ്ടാണ്. എന്താ ക്രൂര വിനോദം പോലെയാണ്. ചില ആൾക്കാർക്ക് ക്രൂര വിനോദം പോലെയാണ് മറ്റുള്ളവർ സങ്കടപ്പെട്ട് കാണുന്നതൊക്കെ. ഇങ്ങനെ ക്രൂര വിനോദക്കാർക്ക് ഉടമ്പടി എന്തുമാത്രം വർക്കൗട്ട് ചെയ്യുമെന്നറിയത്തില്ല. നിങ്ങൾ ക്രൂര വിനോദം മറ്റുള്ളവരുടെ സങ്കടങ്ങളിൽ വിഷമമുള്ളവരാണെങ്കിൽ കണ്ണുനീരോടെ കർത്താവിൻ്റെ മുമ്പ് കൈനീട്ടി. നിങ്ങൾക്ക് സമയം കുറവാണ്. കാര്യം ദൈവം ഒരു സമയം തരും. ഒരു 40-44 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ദുരന്തം ആരംഭിക്കും. അതിന് മുമ്പ് നിങ്ങൾ പട്ടാങ്ങി പറഞ്ഞ് ഇതൊരു ഒത്തുതീർപ്പ് എത്തണമായിരിക്കും നിങ്ങൾക്ക് നല്ലത്. കാലം ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ചില സമയത്ത് ദൈവം തന്നെ നമുക്ക് കാലത്തിലൂടെ പണി തരും. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മനസ്സിലായിരിക്കണത്, നമ്മൾ എത്ര സത്യസന്ധരാണെന്ന് പറഞ്ഞാലും എത്ര വിശ്വസ്തരാണെന്ന് പറഞ്ഞാലും ദൈവം പറയും ആ വിശ്വസ്തയാണ് കൊണ്ടേ പുട്ടുപുഴുങ്ങി തിന്നാൻ പറയും, എനിക്ക് ആവശ്യമില്ലെന്ന് പറയും. അതെന്താ അങ്ങനെ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വസ്ത മോശമായിട്ടല്ല, ദൈവം പറയേണ്ട കാര്യം നീ ഇവിടെ എന്തെല്ലാം അഭ്യാസം കാണിച്ചാലും നീ ചിന്തിക്കേണ്ടതാണ് അവസ്ഥാനം നീ എൻ്റെ കൂടെ ഉണ്ടാകുമോ? അതാണ് പ്രശ്നം.
നീ ഇവിടെ എങ്ങനെ ജീവിച്ചു എന്നുള്ള അല്ല വിഷയം. അവസാനം നീ എൻ്റെ കൂടെ ഉണ്ടാകുമോ? അതാണ് ദൈവം നോക്കണത്. അത് കാരണം എന്തു ചെയ്യും? കാലം ഇങ്ങനെ മാറ്റി മാറ്റി തരും. ഒരേ കാലം തന്നെ തരത്തില്ല. നിങ്ങൾ ചിലപ്പോൾ നല്ല വിശ്വസ്തരായിരിക്കും, ചിലപ്പോൾ നിങ്ങൾ നല്ല സത്യസന്ധരായിരിക്കും. അപ്പം നിങ്ങൾ ചോദിക്കുകയോ, ഞാൻ എന്തുമാത്രം ആൾക്കാർ എന്തുമാത്രം ദൈവത്തെ നിന്ദിച്ചും അതുപോലെ തന്നെ ദൈവത്തെ വേണ്ടാതെയും കള്ളത്തരും കരിഞ്ചന്തയും കള്ളനോട്ടും കഞ്ചാവും ഒക്കെ ഇട്ട് നടക്കണം. അവർക്കൊരു പ്രശ്നമില്ല. ഞാൻ മനസ്സാക്ഷി കൊണ്ട് ജീവിക്കണേ, എനിക്കാണല്ലോ ഈ പാരയും പണിയും വരണത് എന്ന് നമ്മൾ സ്വന്തമായിട്ട് ചിന്തിക്കും. അതുകൊണ്ട് നീ ഇപ്പം ഇപ്പം നീ കഞ്ചാവും വരയ്ക്കണില്ല, കള്ളത്തോടും കാണിക്കണില്ല, നിൻ്റെ പേര് പോലീസ് കേസും ഇല്ല, നീ ഒരു നല്ല ദൈവവൈദ്യരാണെങ്കിലും പക്ഷെ അതുകൊണ്ട് കഥയില്ല. കാലം ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അതെപ്പോഴും നമ്മൾ ദൈവമായിട്ട് അടുക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിക്കണം, നല്ലതാണ്. എന്താണ്? എത്ര നമ്മൾ സത്യസന്ധരായാലും കർത്താവ് പറയും, ഞാൻ ടൈം ചേഞ്ച് ചെയ്യും കേട്ടോ എന്ന് പറയും. ഞാൻ ടൈം ചേഞ്ച് ചെയ്യും. എന്തിനാണ്? നമ്മളെല്ലാം മറ്റുള്ളവരുടെ അവതാരത്തിനും ചക്കാത്തിലാണ് ഇങ്ങനെ ജീവിച്ചു പോണതേ. അപ്പം നമുക്കുള്ള വിശ്വാസം ചക്കാത്ത വിശ്വാസമല്ലേ? പലരുടെ ആൾക്കാരുടെയും വിശ്വാസം എന്ത് വിശ്വാസമാണ്? ചക്കാത്ത വിശ്വാസമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടവൻ്റെത് കേട്ടിട്ട് അന്തരീക്ഷമാണ് അങ്ങനെ ചെയ്ത്, മാതാവ് ഇങ്ങനെ ചെയ്ത്, അതുപോലെ തന്നെ കൊച്ചുറേശ ഇങ്ങനെ ജീവിച്ച്, ഇങ്ങനെ തോമാശ്രീക അങ്ങനെ ചെയ്ത്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇവിടേക്ക് നിന്ന് കിട്ടിയിട്ടുള്ള ഇരവ് മേടിച്ച് നടക്കുന്ന വിശ്വാസമാണ്. പണ്ടൊക്കെ ഇങ്ങനെ പാവപ്പെട്ടക്കാരൊരു കാലം ഉണ്ടായിരുന്നു കേരളത്തിന്. അന്നിങ്ങനെ വസ്ത്രം വരെ ഇരവ് മേടിക്കുമായിരുന്നു ആൾക്കാർ. ഇപ്പം അങ്ങനെ ഇരവൊന്നുമില്ല. പക്ഷേ ഇപ്പം വിശ്വാസം ഇരവുണ്ട്. ഇപ്പം വിശ്വാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 65 വയസ്സുണ്ട്, ഇപ്പോഴും വിശ്വാസം ഇരവ് മേടിച്ചതാണ്. വീട്ടിലേതും നാട്ടിലതും വിശുദ്ധന്മാരുടേതും പള്ളിപ്രസംഗത്തിൽ നിന്ന് കിട്ടിയതാണ്. നമ്മൾക്ക് സ്വന്തമായിട്ട് വിശ്വാസം ഉണ്ടാക്കിയെടുത്തിട്ടില്ല. അതുകൊണ്ട് ദൈവം എന്തു ചെയ്യും? നിങ്ങൾ എത്ര പരിശുദ്ധരാണെന്ന് പറഞ്ഞാലും എത്ര വിശുദ്ധരാണെന്ന് പറഞ്ഞാലും ദൈവം നിങ്ങൾക്ക് കാലം മാറ്റി മാറ്റി തരും. അതാണ് നടപടി പുസ്തകത്തിന് 17:26 വായിച്ചേ. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 17:26. നോക്കിയേ. ഭൂമുഖം മുഴുവൻ ഭൂമുഖം മുഴുവൻ വ്യാപിച്ചു വസിക്കാൻ വേണ്ടി അവിടുന്ന് ഒരുവനിൽ നിന്ന് എല്ലാ ജനപദങ്ങളെയും സൃഷ്ടിച്ചു. അവർക്ക് വിഭിന്ന കാലങ്ങളും വാസഭൂമികളും നിശ്ചയിച്ചു കൊടുത്തു. എന്തൊക്കെയാണ് കൊടുത്തിരിക്കണം? ദൈവം നിശ്ചയിച്ച് കൽപ്പിതമായിട്ട് ദൈവം നിശ്ചയിച്ചാലും നമ്മൾ ഓപ്ഷനല്ല, നമ്മൾ സെലക്ട് ചെയ്തതല്ല. സെലക്ഷൻ ഇല്ല, കാലത്തിന് സെലക്ഷൻ ഇല്ല. നമുക്കിപ്പോൾ നിങ്ങൾക്കിപ്പോൾ PDC കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രൂപ്പുകൾ സെലക്ട് ചെയ്യാം. ചില കൊമേഴ്സ് എടുക്കും, ചില ആൾക്കാർ സയൻസ് എടുക്കും, ചില ആൾക്കാർ മാത്തമാറ്റിക്സ് എടുക്കും, ചില ആൾക്കാർ ലാംഗ്വേജ് എടുക്കും. നമുക്ക് PDC കഴിഞ്ഞാൽ നമുക്ക് ഡിഗ്രിക്ക് നമുക്ക് ഓപ്ഷനുണ്ട്, സെലക്ട് ചെയ്യാം. പക്ഷേ ബൈബിളിൽ കാലത്തിന് ഓപ്ഷനില്ല, സെലക്ഷനില്ല. അത് അലോട്ട്മെൻറ്റാണ്. അതുകൊണ്ട് നിങ്ങളുടെ വിശുദ്ധിയും അലോട്ട്മെൻറ്റും തമ്മിൽ ബന്ധമില്ല. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ദൈവത്തിൻ്റെ കരുത്തേക്ക് കയറാതിരിക്കാൻ വേണ്ടി പറഞ്ഞാണ് ഞാൻ ഇതൊക്കെ. നിങ്ങൾ വിശുദ്ധമായിട്ട് ജീവിച്ചിട്ട് നിങ്ങൾക്ക് ക്ലേശങ്ങൾ വരുമ്പോൾ ഈ ചെടുത്തിനെ പോലെ നിങ്ങൾ പറയും, എന്താ ചെടുത്തിൻ്റെ പറഞ്ഞത്? ഉടമ്പടി എടുത്തിട്ട് എന്തിനാണ് മാതാവ് എനിക്കിങ്ങനെയെന്ന് ചോദിക്കണില്ലേ? അതായത് അങ്ങനെയുള്ള ചോദ്യത്തിന് പ്രസക്തിയില്ല. നിങ്ങൾ എത്ര വൃത്തിയും മെനയോടെ ജീവിച്ചാലും ശരി, ദൈവം കാലത്തിന് നമുക്ക് ദൈവം സെലക്ട് ചെയ്ത് തരണതാണ്. ചിലപ്പോൾ കണ്ണീരിൻ്റെ കാലമായിരിക്കും, ചിലപ്പോൾ നിങ്ങൾ പരിത്തപ്പെടുന്ന ഒരു കാലമായിരിക്കും, ചിലപ്പോൾ സന്തോഷത്തിൻ്റെ കാലമായിരിക്കും. അതെന്തിനാണ് ഇങ്ങനെ കാലം ഇങ്ങനെ ചേഞ്ച് ചെയ്ത് കാലത്തിന് ഓപ്ഷൻ ഇല്ലാത്ത എന്തുകൊണ്ടാണ്? നിങ്ങൾ എല്ലാവരും വിചാരിച്ചിരിക്കണം എന്താണെന്നറിയാമോ? നമ്മൾ ദൈവത്തിനൊക്കെ അറിഞ്ഞ് മാന്യം മര്യാദയ്ക്ക് സുവിശേഷമായിട്ട് ജീവിച്ചാൽ നമുക്ക് പുലിവാലൊന്നും ഉണ്ടാകത്തില്ല, സമാധാനത്തിൽ ജീവിക്കാൻ പറ്റും. എനിക്ക് തോന്നിയിട്ടില്ല, സത്യമായിട്ട് തോന്നിയിട്ടില്ല. നിങ്ങൾ അങ്ങനെ ഒരു മണ്ടത്തരമായിട്ട് മുന്നോട്ട് പോകണ്ടെന്ന് എൻ്റെ അഭിപ്രായം. അതായത് നിങ്ങളെ വിശുദ്ധി കീപ്പ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം ഇവിടെ വലിയ സമാധാനമായിട്ട് ജീവിക്കാനാണ്, സുരക്ഷിതമായിട്ട് ജീവിക്കാനാണ്,
പട്ടി കടിക്കരുത്, പാമ്പ് കടിക്കരുത്, ഇടിവെട്ട് കൊള്ളരുത്. അതിനു വേണ്ടിയുള്ളൊരു മിനിമം പ്രോഗ്രാമായിട്ടാണ് നിങ്ങളുടെ വിശുദ്ധിയെ നിങ്ങൾ സംരക്ഷിക്കണമെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് സോ. എനിക്ക് തോന്നണില്ല. നിങ്ങൾ എത്ര വിശുദ്ധിയോടെ ജീവിച്ചാലും അവറാച്ച പണി വരുന്നുണ്ട്. എന്താ കാര്യം? ദൈവത്തിന് ഒരു ലക്ഷ്യമുണ്ട്. അതെന്താ ലക്ഷ്യം എന്ന് വായിച്ചേ? അപ്പോസ്തല പ്രവർത്തനങ്ങൾ 17:27. അപ്പോസ്തല പ്രവർത്തനം 17:27. ഇത് അവർ ദൈവത്തെ അന്വേഷിക്കുന്നതിന്. എന്താണ് ഇത് പ്രശ്നം? അവിടുന്ന് ഓരോരുത്തർക്കും ഓരോ കാലവും വാസഭൂമിയുമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം ആൻഡ് സ്പേസ് ആണ്. ടൈം മാത്രമല്ല, സ്പേസും ഉണ്ട്, വാസഭൂമിയുണ്ട്. ഈവൻ്റ് ഒക്കെ ചെയ്യുന്നത് നമ്മുടെ കൺട്രോളിലല്ലെന്നാണ് ഈ പറയണത്. പല മനസ്സിലാകുന്നുണ്ടോ? ഒരു ഈവൻ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സംഭവം. നമ്മുടെ ജീവിതം ഇങ്ങനെ സംഭവ ബഹുലമല്ലേ? സംഭവങ്ങളുടെ ശ്രേണിയാണല്ലോ ജീവിതം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു സംഭവം നടക്കുന്നത് നോട്ട് അണ്ടർ അവർ കൺട്രോൾ. ഈവൻ്റ് നമ്മുടെ കൺട്രോളിലല്ല. എന്താ കാര്യം? അവിടുന്ന് ഓരോരുത്തർക്കും ഓരോ കാലവും പാർപ്പിടവും കൽപ്പിച്ച് നൽകുന്നു. പാർപ്പിടം എന്താണ്? സ്പേസ്, വാസഭൂമി. അപ്പം ടൈമും സ്പേസും ആരാണ് അലോട്ട് ചെയ്യണത്? ദൈവമാണ്. എന്നിട്ട് അർത്ഥം എന്താണ്? ടൈമും സ്പേസിലുമാണ് ഈവൻ്റ് ഒക്കർ ചെയ്യണത്. ഓരോ സംഭവങ്ങൾ നടക്കുന്നത് നമ്മുടെ കൺട്രോളിലല്ലെന്നാണ് ഈ പറയണത്. പിടികിട്ടണുണ്ടോ? ഇത് മീൻസ് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതായത് ഓരോ സംഭവങ്ങൾ ജീവിതത്തിൽ നടക്കുന്നത് നോട്ട് അവർ കൺട്രോൾ, നമ്മുടെ കൺട്രോളിലല്ല. ചിലത് നമ്മൾക്ക് കണ്ണി കൊള്ളാനുള്ളത്, പിരികത്ത് കൊള്ളാനുള്ളത്, കണ്ണി കൊള്ളാനുള്ള പിരികത്ത് കൊണ്ടൊക്കെ മാറ്റാൻ പറ്റും. ചിലത് ദൈവം മാറ്റത്തില്ല. അതിനാണ് നമ്മൾ കുരിശെന്ന് പറയണത്. മാറ്റുന്നതിനെ കുരിശെന്ന് പറയത്തില്ല, മാറ്റാത്തതിനെയാണ് കുരിശെന്ന് പറയണത്. ഈശോ ജീവിതത്തിൽ അഡ്രസ്സ് ചെയ്യണത് കുരിശാണ്. ഈശോയും പറയും, മക്കളെ, കുറേ കാര്യം ദൈവത്തിന് മാറ്റാൻ പറ്റും, ചിലത് ദൈവം മാറ്റത്തില്ല. എന്താ കാര്യം? നിത്യതയെ കണ്ടുകൊണ്ട് വരണ സംഭവമാണ്. അതാണ് ഈശോ പറയും, എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതികട ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ മത്തായി 16:24. 16:24. ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് തന്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. അടുത്ത വചനം എന്താ? സ്വന്തം ജീവൻ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും. എന്നാൽ ആരെങ്കിലും എനിക്ക് വേണ്ടി സ്വജീവൻ നഷ്ടപ്പെടുത്തിയാൽ അവൻ അത് കണ്ടെത്തും. എൻ്റെ ഒരു പ്രധാനപ്പെട്ട വാക്ക്, ഞാൻ ഉള്ളിടത്ത് എൻ്റെ സേവകന് ഉണ്ടായിരിക്കും. ഞാൻ ഉള്ളിടത്ത് എൻ്റെ സേവനുണ്ടായിരിക്കും. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, നന്ദി, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ നന്ദി, മഹത്വം, മഹത്വം, മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുക്കൊണ്ടേ സ്നേഹരാജ
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ കുരിശിൻ്റെ വചനങ്ങൾ, ചില കാര്യങ്ങൾ നമ്മൾക്ക് ഈ കാലം നൽകുമ്പോൾ ദൈവമാണ് ഈ കാലവും ദേശവും നൽകുന്നത്, വസിപ്പിടങ്ങൾ നൽകുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൻസ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്, ചില ഈവൻസ് നമുക്ക് മാറ്റാം, ചിലത് അലോട്ടഡാണ്, മാറ്റാൻ പറ്റത്തില്ല. അതിനെയാണ് നമ്മൾ കുരിശെന്ന് വിളിക്കുന്നത്. ഈ കുരിശ് എന്ത് ചെയ്യണമെന്ന് പറയണത്, എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ച് എൻ്റെ കുരിശുപെടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരട്ടെ. അതായത് ഈ ഭജന അവസാനിക്കുന്നത് ഞാൻ ഉള്ളിടത്ത് എൻ്റെ, അപ്പോൾ ഈ സേവകനും ഉണ്ടായിരിക്കും. ഇപ്പോൾ ഈ സ്വർഗാരോഹണ ദിവസത്തിൽ നമ്മൾ ചെന്ന് അവസാനിക്കുന്നത് നിത്യതയ്ക്ക് വേണ്ടിയേ ചില മാറ്റാനാവാത്ത ചില ഭാരങ്ങളെ ദൈവനാമത്തിൽ എടുക്കുമ്പോഴാണ് ഈ നിത്യതയുടെ ബാക്കി അലോട്ട്മെൻറ്റുകൾ നമ്മുടേക്ക് ഇന്ന് വാങ്ങിക്കണത്. മനസ്സിലായി? അച്ഛൻ പറഞ്ഞ മനസ്സിലായില്ലേ? ചില മാറ്റപ്പെടാത്ത കാര്യങ്ങൾ ഇപ്പോൾ എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാവും. ഇപ്പം കൃപാസനത്തിലാണെങ്കിൽ കൃപാസനത്തിൽ വന്നിട്ടും അത് ദൈവഹിതം മറിച്ചാണെങ്കിൽ ആ വിഷയം നമ്മൾ നിത്യതയ്ക്ക് വേണ്ടി സൂക്ഷിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പം കഴിഞ്ഞ ദിവസം 23 വർഷമായിട്ട് മക്കളില്ലാത്തവർ ഒറ്റ പ്രാർത്ഥന കൊണ്ട് മക്കളെ കിട്ടിയിട്ടുണ്ട്. അവർക്ക് 23 വർഷം മക്കളില്ല, ഒറ്റ പ്രാർത്ഥന കൊണ്ട് അവർക്ക് മക്കളെ കിട്ടി. പക്ഷേ ഇപ്പോഴും മക്കളില്ലാത്ത ആൾക്കാർ വേറെ ഉണ്ട്. അപ്പം ചില ആൾക്കാർക്ക് അവരിങ്ങനെ റെക്കോർഡ് ചെയ്ത് പ്രാർത്ഥിച്ചിട്ടും ആ മക്കളുടെ വിഷയങ്ങൾ അവർ വിചാരിക്കണത് എപ്പോഴെങ്കിലും ദൈവം തരുമെന്നാണ്. ഞാൻ ഇന്നലെ മക്കളില്ലാത്ത ഒരാളെ കണ്ട്, ഇന്നലെ അവരെ കണ്ടാണ്. അപ്പോൾ എനിക്ക് ഉള്ളിലൊരു സംശയം തോന്നിയായിരുന്നു. കാര്യം ആ ചേട്ടായിക്ക് 48 വയസ്സും ആ ചേച്ചിക്ക് 46 വയസ്സോ മറ്റോ ഉണ്ട്. 50 46 ആയിട്ട് നിൽക്കുകയാണ്, മക്കളില്ല അവർക്ക്. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഉടമ്പടി 1 പുതുക്കിയിട്ടുള്ളത്. പക്ഷേ ഉടമ്പടി ഒരു 3 പുതുക്കിയിട്ട് ഞാൻ 3ാമത്തെ പ്രാവശ്യം അവർ വരികയാണെങ്കിൽ ഞാൻ അവരുടെ കാര്യം പറയും. എന്താ കാര്യം? നിങ്ങൾ ഇത്രയും നാൾ നിങ്ങളെ ശരിക്കും ടാർഗറ്റ് ചെയ്തത് ഒരു കുഞ്ഞിന് വേണ്ടിയാണ്. കുഞ്ഞിനേക്കാൾ വലിയ കാര്യങ്ങളാണ്. ഇപ്പം കുഞ്ഞ് നിങ്ങൾക്ക് തന്നാത്താലും, ഇനിയിപ്പോൾ കുഞ്ഞ് തന്നാൽ നിങ്ങൾക്കിപ്പോൾ 50 വയസ്സ്, ഇനിയിപ്പോൾ അവന് 35 വയസ്സാകുമ്പോൾ നിങ്ങൾ മരിക്കും. 35 കൊല്ലത്തേക്ക് മാത്രമേ ഈ കുഞ്ഞിനെയും കൊണ്ട് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. ചിലപ്പോൾ 35 കൊല്ലമല്ലാതെ ദൈവം നിത്യതയാണ് നിങ്ങൾക്ക് അലോട്ട് ചെയ്ത് തന്നിരിക്കണമെങ്കിൽ നിങ്ങൾ ഇനി അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറയും. കാര്യം ഈ ചില കുരിശുകൾ, മാറാത്ത ചില കുരിശുകൾ ക്രിസ്തുവിൻ്റെ പേരിൽ ദൈവസ്നേഹത്തോടെ നമ്മൾ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അത് നിത്യതയ്ക്ക് വേണ്ടിയുള്ള നമ്മൾ ബാക്കി തുക അടക്കുന്ന പോലെ ഇരിക്കും. ഇത് കറക്റ്റ് കാര്യമാണ്. അതായത് നമ്മൾക്ക് തന്നെ നമ്മുടെ നിത്യജീവന് കാര്യം ക്രിസ്തു ഈ കുരിശിൻ്റെ കാര്യം പറഞ്ഞിട്ട് ക്രിസ്തു ഒരു പ്രാർത്ഥനാ രൂപമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അല്ല നമുക്ക് തന്നത്. നിത്യത എന്ന് പറയുന്ന വിഷയത്തിന് ഈശോ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കണം. എന്താണ്? എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ 501 വിശ്വാസ പ്രമാണം ചിലരാണ് പറയണത്. അല്ല, അതാണ് സംഭവം. ഈ കുരിശിന് ഭയങ്കര വിലയാണ് എൻ്റെ അകത്ത്. എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്ത് ചെയ്യണം? സ്വയം എന്ന് പറയുന്നത് എന്താണ്? ഇപ്പം ഇവർക്ക് 55 വയസ്സുകാരന് മക്കളില്ല. അപ്പം അവിടെ സ്വയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കുഞ്ഞ് ഉണ്ടാകണമെന്നുള്ള ആഗ്രഹമാണ് അവരുടെ സ്വയം. അത് പരിത്യജിക്കാൻ പറഞ്ഞിരിക്കുക. പറഞ്ഞാൽ മനസ്സിലായില്ലേ? അപ്പോൾ ഒരു ടൈം കഴിഞ്ഞാൽ നമ്മൾ വർഷങ്ങളായി പ്രാർത്ഥിക്കുന്നു, ഒത്തിരി കാര്യങ്ങൾ നമ്മൾ കിട്ടിയിട്ട് അവസാനം 1-2 കാര്യങ്ങൾ മട്ടുപോലെ ഇങ്ങനെ തങ്ങും. അത് നടക്കത്തില്ല. അപ്പോൾ നിങ്ങൾ നടക്കാത്ത കാര്യം വെച്ചൊരു ദൈവത്തിന് നിങ്ങളെ അളക്കും. അത് പണിയാവും. അങ്ങനെ ചെയ്യരുത്. നടക്കാത്ത കാര്യം വെച്ചിട്ട് അയ്യോ ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും എനിക്കത് നടന്നില്ലല്ല എന്ന് പറയും. നടന്ന കാര്യങ്ങളെല്ലാം ഈ പന്നി മറന്നു പോകും. അതാണ് ഏറ്റവും വലിയ സങ്കടമേ. നടന്ന കാര്യങ്ങൾ ഒത്തിരി ഉണ്ടാകും, അതെല്ലാം ഇവർ തന്ത്രപൂർവ്വം മറന്നു പോകും. അവസാനം നടക്കാത്ത 2 കാര്യങ്ങളുണ്ടാകും. അതാണ് ഇവർ ഹൈലൈറ്റ് ചെയ്യണത്. എന്താണ് പറയണത്? ഞാൻ ഇത്രയോ കണ്ട് പ്രാർത്ഥിച്ചിട്ടും എനിക്ക് അത് നടന്നില്ലല്ല എന്ന് പറഞ്ഞിട്ട് ദൈവത്തിനെ നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യും. അത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള വിഷയമാണ്. ഇങ്ങനെ ദൈവത്തിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കുഴപ്പം, അതോടുകൂടി ഉടമ്പടി 2 കണ്ടിക്കും. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം.
പിന്നെ ഒരു അറ്റം അതുകൊണ്ട് ജോഷുവ അതാണ് പറയണത്, നിങ്ങൾ ഭയപ്പെടരുത്. സംഖ്യ 14:9 നിങ്ങൾ കർത്താവിനോട് മറുതലിക്കരുത്. കണ്ടേ, അതേ കിടക്കണ പരിപാടി. എന്താ സംഭവം എന്ന് പറഞ്ഞ്, നിങ്ങൾ കർത്താവിനോട് മറുതലിക്കരുത്. ആ ദേശത്തെ ജനങ്ങളെ ഭയപ്പെടുകയും അരുത്. അവർ നമുക്ക് ഇരയാണ്, ഇനി അവർക്ക് രക്ഷയില്ല. കർത്താവ് നമ്മോട് കൂടെയാണ്, അവരെ ഭയപ്പെടേണ്ടതില്ല. അപ്പൊ എന്താ വിഷയം എന്ന് പറയണത്, എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഒരു വിഷയം അവസാനം നടക്കാത്ത കുറേ വർഷങ്ങൾ പ്രാർത്ഥിച്ചിട്ടും നമ്മുടെ ഒരു വയസ്സും കാലം ഒന്ന് കഴിഞ്ഞിട്ടും ഒരു വിഷയം നടന്നില്ലെങ്കിൽ ആ വിഷയത്തെ നിങ്ങൾ ഭയപ്പെടരുത്. അതില്ലല്ലോ എന്ന് വിചാരിച്ച് നിരാശപ്പെടരുത്. അത് കിട്ടിയില്ലല്ലോ എന്ന് വിചാരിച്ച് സങ്കടപ്പെടരുത്. എന്ത് ചെയ്യണം? അത് മാറ്റപ്പെടാത്ത വിഷയം കുരിശെന്ന് പറഞ്ഞ പോലെ കർത്താവിനെ അനുഗമിക്കുന്നതിന് വേണ്ടി നിത്യതയ്ക്ക് വേണ്ടിയുള്ള ഓഹരിയായിട്ട് നിങ്ങൾ റെമിറ്റ് ചെയ്യണം. കൈയടിച്ച് കർത്താവ് നിങ്ങൾക്ക് മനസ്സിലായില്ല എന്താണ് സംഭവം? ചില വിഷയങ്ങൾ കാരണം അത് നടന്നില്ലെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ദൈവത്തോട് ആ ചേർത്ത് ചെയ്ത പോലെ മറുതലിക്കാൻ പോകരുത്. മറുതലിപ്പ് പണ്ട് മുതലേ ഉള്ള ഒരു ഉടമ്പടി ജനതയ്ക്കുണ്ടാകുന്ന ഒരു നാശകോടാലിയാണ് ഈ മറുതലിപ്പെന്ന് പറയുന്നത്. നമ്മൾ ഒന്നെങ്കിൽ മറുതലിക്കത്തില്ല, നമ്മൾ നിരാശപ്പെടും. എന്ന് പറയൂ, ഇനി ഞാൻ പ്രാർത്ഥിക്കണില്ല. മമ്മിയോട് പറയും, മമ്മി ഇനി ഞാൻ പ്രാർത്ഥിക്കണില്ല എന്ന് പറയത്തില്ലേ? മറുതലിപ്പാണ് സംഭവം. ചില പറയും, ഇനി ഞാൻ ഒരു ദൈവത്തിനെ വിളിക്കത്തില്ലെന്ന് പറയും. അത് മറുതലിപ്പാണ് സംഭവം. കാര്യം, നിങ്ങൾ ഈ ഉടമ്പടി കുമ്പസാരം എന്ന് പറയുമ്പോൾ അത് നമ്മുടെ കുഴിയാഴ്ച കുമ്പസാരം പോലെയല്ല. നമ്മൾ ഈ പള്ളിയിലൊക്കെ കുമ്പസാരിക്കത്തില്ല. അപ്പോൾ ആൾക്കാർ മരിച്ചു കഴിയുമ്പോൾ ബന്ധുക്കൾ പോയി കുമ്പസാരിക്കും. ചില ആൾക്കാർ ഇങ്ങനെ കുമ്പസാരക്കുള്ളിലോട്ട് ഇങ്ങനെ കഴുത്ത് വളച്ച് നോക്കും, അച്ഛനുണ്ടോ? അച്ഛനുണ്ട്. എന്നാൽ പോയി ഒരു കുമ്പസാരത്തിന് ജപം പോലും ചെല്ലത്തില്ല. ചാടി നിറച്ചിൽ വാഴ പൊക്കയിൽ വീണ പോലെ കണ്ട് ചെന്ന് വീഴും. അവർ കുമ്പസാരത്തിൽ ഒരു അനുതാപവും ഇല്ല, അവർക്കൊന്നുമില്ല. അച്ഛനുണ്ട്, എന്നാൽ കയറി ഫയർ ചെയ്തേക്കാമെന്ന് വിചാരിക്കും. അങ്ങനെയല്ല. ഉടമ്പടി കുമ്പസാരം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉടമ്പടിയിലാണ് ദൈവമായിട്ട്. ആ ഉടമ്പടിയുടെ നിലപാടിൽ ഭയം ഉണ്ടായിട്ടുണ്ടോ? നിങ്ങളുടെ വിഷയത്തിൽ നടക്കത്ത് നിരാശയും ഭയോദിപ്പിച്ചാണ് വരണത്. ഭയം കഴിഞ്ഞിട്ടാണ് അവന് നിരാശ വരണത്. അപ്പോൾ ആ വിഷയത്തെക്കുറിച്ച് ഭയമുണ്ട്. എന്ന് വെച്ചാൽ ദൈവത്തെക്കാൾ കൂടുതൽ നിങ്ങൾ ആ വിഷയത്തെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് ഭയം വരണത്. അതില്ലെങ്കിൽ ഒന്നുമില്ലാത്ത പോലെയാണ് സംഭവം. അത് കിട്ടിയില്ലെങ്കിൽ പിന്നെ ഒന്നും കിട്ടിയിട്ട് കാര്യമില്ല, ദൈവത്തിനെ തന്നെ കിട്ടിയിട്ട് കാര്യമില്ല. അതാണ് സംഭവം. അത് ഭയങ്കര സീരിയസ് ആകട്ടെ ഞാൻ പറയണത്. നിങ്ങൾ വിചാരിക്കുന്ന ആ ഒരു പർട്ടിക്കുലർ വിഷയം കിട്ടിയില്ലെങ്കിൽ ദൈവം തന്നെ ഉണ്ടായിട്ടും കാര്യമില്ല. അത് ദൈവത്തെക്കാൾ ഉപരി ചില സമയത്ത് നമ്മൾ വിഷയത്തെ സ്നേഹിക്കും. അത് ഒരു അപകടമാണ്. കർത്താവ് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. വചനത്തിലൂടെ ഇട്ടതുപോലെ സ്വയം പരിത്യജിച്ച് കുരിശുമെടുത്ത് അതിന്റെ പിന്നാലെ വരുവാൻ ഈ ആരാധനയിലൂടെ പ്രത്യേകമായ അഭിഷേകം ഇതിനെ അനുഗമിക്കുന്നിടത്ത് ഇതിന്റെ ശുശ്രൂഷകനും ആയിരിക്കുമെന്ന് യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ ഞങ്ങളോട് അരുളി ചെയ്തിട്ടുള്ളതനുസരിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഷോയെ ഞങ്ങളെ തന്നെ പരിത്യജിച്ച് മരിയൻ ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് ഷോയെ അടയാളങ്ങൾ കണ്ടില്ലെങ്കിലും ഷോയെ ഇനി അനുഗമിക്കുവാൻ ഈ ആരാധനയിലൂടെ അധികമായ അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. പ്രവാസനത്തിന്റെ എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളെയും തുടങ്ങിയിരിക്കുന്ന എല്ലാ ദൗത്യങ്ങളെയും പുനഃസമർപ്പണം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അധിക അഭിഷേകം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ മഹത്വം, ദൈവപിതാവേ ആരാധന. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്തുതിക്കട്ടെ മക്കളെ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
യേശുവേ ആരാധന 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 യേശുവേ നന്ദി ഹല്ലേലൂയ 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 ആരാധന ആരാധന ഹല്ലേലൂയ 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 യേശുവേ നന്ദി യേശുവേ ആരാധന പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, ജോലിയില്ലാത്തവര്, വീടില്ലാത്തവര്, വീട് വെക്കാൻ സ്ഥലമില്ലാത്തവര്, സ്ഥലം നിവർത്തി കിട്ടാൻ നിവൃത്തിയില്ലാത്തവര്, സ്ഥലം മാറ്റി കിട്ടാൻ പറ്റാത്തവര്, ഇന്റർവ്യൂവിന് ടെസ്റ്റിന് ഒരുങ്ങുന്നവര്, നടന്ന ഇന്റർവ്യൂ ടെസ്റ്റിന് റിസൾട്ട് പ്രതീക്ഷിക്കുന്നവര്, വിവാഹ തടസ്സങ്ങളിൽ വിഷമിക്കുന്നവര്, മക്കളില്ലാത്തവര്, പിരിഞ്ഞു താമസിക്കുന്ന വിവാഹിതര്, ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവര്, വിദേശ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവര്, വിദേശ ജോലിയുടെ വിസ കാലം കഴിഞ്ഞവര്, പുതുക്കി കിട്ടാത്തവര്, രേഖാമൂലമുള്ള തടസ്സങ്ങള്, കോടതി കേസുകള്, പോലീസ് കേസുകള്, എല്ലാ മേഖലകളും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. എല്ലാ മേഖലയും സമർപ്പിച്ചുകൊണ്ട് അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ വീണ്ടും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്യുന്ന കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം അർപ്പിച്ച കൃപാന്റെ യുഗതയാൽ കൃപാസനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥതരെ, കടകമ്പോളം നടത്തുന്നവരെ, വരുമാനമാർഗം നഷ്ടപ്പെട്ടു പോയവരെ കർത്താവിൻ്റെ തിരുസന്നിധി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന, കടകളെ നഷ്ടത്തിൽ ഓടുന്നവരെ, വരെ തൊഴിൽ കണ്ടുപിടിക്കാൻ നിർവാഹമില്ലാതെ വിഷമിക്കുന്നവരെ, തൊഴിലിന് ചതിപ്രയത്നത്തോടെ തൊഴിൽ നഷ്ടപ്പെട്ടവരെ, കാണാതെ പോയ വസ്തുക്കള്, കാണാതെ പോയ പ്രമാണങ്ങള്, കാണാതെ പോയ രേഖകള്, സ്വർണങ്ങൾ, ഉരുപ്പടികൾ, മക്കളില്ലാത്തവർ, ഗർഭാശയത്തിൽ സിസ്റ്റുള്ളവര്, മൂത്രാശയത്തിൽ കല്ലുള്ളവര്, കിഡ്നി രോഗികള്, എല്ലാ മേഖലകളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന വിസർപ്പ രോഗികള്, വാതരോഗികള്, കർത്താവിന്റെ വിശുദ്ധമായ രക്തത്തെ സ്പർശിക്കട്ടെ. ശ്രുതിക്കട്ടെ ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 എന്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തില്, സഭയുടെ അധികാരത്തില്, പുരുഷന്റെ അടയാളത്തില്, ദൈവശക്തിയാൽ ഞാൻ മക്കളെ കർത്താവിന്റെ നാമത്തെ ആശീർവദിക്കുന്നു. കർത്താവായ ദൈവമേ, അന്ധന് കാഴ്ച നൽകിയവനെ, ചെകിടിന് കേളി നൽകിയവനെ, ഊമന് സംഭാഷണം നൽകിയവനെ, മഹോരോഗിയെ സുഖപ്പെടുത്തിയവനെ, സർവാരോഗ്യ സുഖപ്പെടുത്തിയവനെ, മരിച്ചവനെ ഉയർപ്പിച്ചവനെ, നിന്റെ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, അങ്ങയുടെ തിരുമുറിവാർന്ന വലതുകരം, ആണിപ്പഴുതാടുന്ന അത്ഭുതകരം ഓരോ മകന്റെ മേലും, ഓരോ മകളുടെ മേലും, കുഞ്ഞുങ്ങളുടെ മേലും വയ്ക്കണമേ. അടിപ്പിണർ പോലെ, വൈരാഘാതം പോലെ ദൈവിക ശക്തി നിങ്ങളുടെ മസിലുകളിലേക്ക്, വശങ്ങളിലേക്ക്, രക്ഷികളിലേക്ക്, നാടിഞരമ്പുകളിലേക്ക്, രോഗകോശങ്ങളിലേക്ക് ഇറങ്ങി വസിക്കട്ടെ, ഇറങ്ങി വസിക്കട്ടെ, ഇറങ്ങി വസിക്കട്ടെ. മാരക രോഗങ്ങള്, മാരക രോഗങ്ങള് നാമത്തിലെ, യേശുവിന്റെ നാമത്തിലെ മാറിപ്പോകട്ടെ, മാറിപ്പോകട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ നന്ദി. ഹല്ലേലൂയ 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 യേശുവേ യേശുവേ. ഉടമ്പടി വെച്ചിരിക്കുന്ന വിഷയങ്ങള് വിദേശ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവര്, ജപ്തി നടപടി നേരിടുന്നവര്, പറമ്പ് വിൽക്കാനുള്ളവര്, മക്കളുടെ അഡ്മിഷന് വേണ്ടി പരക്കം പായുന്നവര്, അലോട്ട്മെന്റിൽ ഇപ്പോഴും വരാത്തവര്, ഏതെടുക്കണമെന്ന് അറിയാൻ പാടാതെ, ഏത് ഗ്രൂപ്പ് എടുക്കണമെന്ന് അറിയാതെ കൺഫ്യൂഷനുള്ളവര്, താഴത്തെ കുഞ്ഞുങ്ങളെ, മുകളിലത്തെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചതിൻ്റെ കാരണം
ബാങ്കിൽ നിന്ന് ലോൺ കിട്ടാൻ പ്രയാസമുള്ളവരെ, ഏതെല്ലാം തരങ്ങൾക്ക് കൊണ്ട് വേദന അനുഭവിക്കുന്നു, അതെല്ലാം മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഈശോയ്ക്ക് കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. ഇടിമുഴക്കം പോലെ ശ്രുതിക്കട്ടെ. യാത്രയുള്ളവരെ, യാത്രയ്ക്ക് ഡേറ്റ് നിശ്ചയിക്കേണ്ട ഡേറ്റുകൾ സമർപ്പിക്കട്ടെ. പരീക്ഷയുള്ളവരെ പരീക്ഷ ഡേറ്റുകൾ കർത്താവിന്റെ തിരുസന്നിധിയിൽ സമർപ്പിക്കട്ടെ. റിസൾട്ട് വരാൻ പോകുന്ന ഡേറ്റുകളുള്ളവരുണ്ട്, ആ ഡേറ്റുകൾ കർത്താവിന്റെ തിരുസന്നിധിയിൽ സമർപ്പിക്കട്ടെ. ആശുപത്രിയിൽ നിന്ന് ബയോപ്സിയുടെ റിസൾട്ട് എടുക്കാൻ പോകുന്നവർ ആ ഡേറ്റ് ഉണ്ട്, സമർപ്പിക്കട്ടെ. ഡെലിവറി ഡേറ്റുകൾ തന്നിട്ടുണ്ട് നേരത്തെ, അത് സമർപ്പിക്കട്ടെ. പരീക്ഷാ ഡേറ്റുകൾ സമർപ്പിക്കട്ടെ. കാലത്തിനും അധികാരമുള്ള സമയത്തിനും അധികാരിയ സഞ്ചാരി മാതാവിൻ്റെ മാധ്യസ്ഥം ലഭിക്കുന്നതിന് വേണ്ടി ഈശോയുടെ നാമത്തിൽ ഒക്കെ പ്രാർത്ഥിക്കാം. ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ 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 യേശുവേ ആരാധന ആരാധന യേശുവേ നന്ദി മഹത്വം മഹത്വം. സമാധാനമില്ലാത്ത കുടുംബങ്ങള് തമ്മിൽ സംസാരിച്ചിട്ട് മാസങ്ങളും വർഷങ്ങളുമായ ബന്ധുക്കള്, ജോലി ചെയ്യാൻ പറ്റാത്ത ഓഫീസിടങ്ങള്, തൊഴിലിടങ്ങള്, ജോലി സ്ഥലങ്ങള്, ഭീഷണികള്, പരസ്പരമുള്ള സ്പർദ്ധകള്, ഗ്രൂപ്പുകള്, സമാധാനമില്ലാത്ത സമൂഹ ജീവിതം, എല്ലാ മേഖലയും കർത്താവിന്റെ കൃപ നൽകട്ടെ. ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ ഹല്ലേലൂയ. ഭിന്നതയോടെ ഇരിക്കുന്ന മാതാപിതാക്കളും മക്കളുടെ താളത്തിനൊത്ത് തുള്ളാൻ പറ്റാത്ത കാരണം അവരെ വീട് വിട്ട് നിൽക്കുന്നവരും, വേറെ വീടിന് ഭക്ഷണം കഴിക്കുന്നവരും, വീട് വിട്ടുപോയവരും, മാതാപിതാക്കന്മാരെ പാഠം പഠിപ്പിക്കാൻ വേണ്ടി ബുദ്ധിയും ബോധവും ഇല്ലാതെ പെരുമാറുന്ന കുഞ്ഞുങ്ങളുടെ മാനസാന്തര എല്ലാ മേഖലകളിലും കർത്താവിന്റെ ഇടപെടലുണ്ടാകട്ടെ. ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ. മരണവീടുകള്, അടിക്കടി മരണം നടന്ന കുടുംബങ്ങള്, അവർ ജീവിച്ചിരിക്കുന്നവർക്കുണ്ടാകുന്ന മാനസിക വ്യഥകള്, ആത്മധൈര്യം നഷ്ടപ്പെട്ടുള്ള അവസ്ഥകള്, പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യ വീടുകളിൽ നിറഞ്ഞു നിൽക്കാൻ വേണ്ടി ഇടിമുഴക്കം പോലെ ശ്രുതികട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ. തന്നെ ഈശോയെ, ഞങ്ങളെ തന്നെ പരിത്യജിച്ച് കുരിശുമെടുത്ത് നിന്റെ പിന്നാലെ വരുവാനുള്ള വലിയ അഭിഷേകം ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വചനത്തിൽ വെളിപ്പെട്ട് കിട്ടിയതുപോലെ എല്ലാം പരിത്യജിച്ച് നിന്നെ അനുഗമിക്കുമ്പോൾ, നിന്നെ ശുശ്രൂഷിക്കുമ്പോൾ, നീ ആയിരിക്കുന്നിടത്ത് ശുശ്രൂഷകനും ആയിരിക്കുമെന്ന വലിയ വചന വെളിപാടിനെ അനുസ്മരിച്ചുകൊണ്ട് ദൈവപിതാവേ, ഞങ്ങളുടെ ഉടമ്പടി യാത്രയെ ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എടുത്തിരിക്കുന്ന ഉടമ്പടിയെ ഏറ്റെടുത്ത് പുഷ്പമണിയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ.